ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6-ലെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. അതായത് അപ് ടു ലാന്തനൈറ്റ് ആൻഡ് ആക്ടിനൈറ്റ്സ് വരുന്ന ആ ഒരു ഏരിയയിൽ നിന്നുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 6-ലെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് SP, SP2, SP3 ഹൈബ്രിഡൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് കെമിക്കൽ ബോണ്ടിങ് ക്ലാസ് 11th കെമിസ്ട്രി കെമിക്കൽ ബോണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയിട്ട് കാണണം. ഞാനിവിടെ ഈ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. മൈ ചാനൽ ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആണ്. നമ്മളിപ്പോൾ HSI ഫിസിക്കൽ സയൻസിൻ്റെ ഒരു വീഡിയോ സീരീസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി എക്സാമിനേഷനാണ്. ഒരു 5 ദിവസമേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിക്കുക, കട്ടക്ക് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ കയ്യിൽ ആ കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കത്തുള്ളൂ. അതാണ് സംഭവം മെയിനായിട്ട് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ റിക്വസ്റ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ റിക്വസ്റ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ കൂടെ ഓൺ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി കെംഫ്ലിക്സ് ഫാമിലി. അപ്പോൾ ആ ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോ. അതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഫസ്റ്റ് കമൻറ്റ് നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കട്ടയ്ക്ക് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സീരീസിൽ, ഇന്നത്തെ ഈ ഒരു MCQ സീരീസിൽ നമ്മൾ നോക്കുന്ന പീരിയോഡിക് പ്രോപ്പർട്ടീസ്, പീരിയോഡിക് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോബ്രൈനർ ലോ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ വന്നു. അത് കഴിഞ്ഞിട്ട് മോസ്ലിൻ്റെ പീരിയോഡിക് ടേബിൾ വന്നു. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പീരിയോഡിക് ടേബിളിനെ കുറിച്ച്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ നമ്മൾക്കിവിടെ നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ബാക്കി നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് സ്ലേറ്റർ റൂൾ ഉപയോഗിച്ച് കുറേയധികം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ന്യൂക്ലിയർ ചാർജ്, ഹൗ ന്യൂക്ലിയർ ചാർജ് മൂവ്സ്. പിന്നെ അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽസ്, പോളിംഗ് മുള്ളിങ്കൽ സ്കെയിൽ. പിന്നെ ഡയഗണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2018 HSIയിലുണ്ടായിരുന്നു ഡയഗണൽ റിലേഷൻഷിപ്പ് വഴിയിട്ട് അല്ലേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ട്വിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയഗണൽ ട്വിൻസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ട്വിൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡയഗണൽ റിലേഷൻഷിപ്പ് വഴി. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ആയ ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും പ്രിപ്പറേഷനും, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ്, അതായത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ വരുന്ന കോമ്പൗണ്ട്സും അതുപോലെ തന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ വരുന്ന കോമ്പൗണ്ട്സും ഉണ്ട്. അതുകൂടാതെ നമ്മൾ ലാന്തനൈറ്റ്സിനെ കുറിച്ചും ആക്ടിനൈറ്റ്സിനെ കുറിച്ചുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം ഒരു 10 ചോദ്യം, പീരിയോഡിക് ലോസ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു 10 ചോദ്യങ്ങളാണ് ആദ്യമേ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ പീരിയോഡിക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. പീരിയോഡിക് ലോ എന്താണ് പറയുന്നത്, എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് മാസസ്. അതായത് പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദർ അറ്റോമിക് മാസ് ആണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത്, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ഫംഗ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് നമ്പേഴ്സ്. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അറ്റോമിക് നമ്പേഴ്സിനെ അനുസരിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സി, അറ്റോമിക് വോളിയം ഓഫ് എലമെന്റ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് അറ്റോമിക് വോളിയം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, അറ്റോമിക് വോളിയം ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് മാസ് നമ്പർ. മാസ് നമ്പറിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് അറ്റോമിക് വോളിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്കറിയാം, പീരിയോഡിക് ലോ എന്ന് പറഞ്ഞ് പീരിയോഡിക് ലോ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡേൺ പീരിയോഡിക് ലോ ആയിരിക്കും. മോഡേൺ പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോസ്ലി ആണ്, MOSLY. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് എന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ എ ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മോഡേൺ പീരിയോഡിക് ലോ വിച്ച് ഇസ് പ്രൊപ്പോസ്ഡ് ബൈ മോസ്ലി ആണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ പ്രൊപ്പോസ് ചെയ്തത്. സ്റ്റേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺ അറ്റോമിക് നമ്പർ നോട്ട് അറ്റോമിക് മാസ്. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അറ്റോമിക് നമ്പറിനെയാണെന്നാണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്. Question number 2 we are moving to question number 2. Which of the following periodic properties increases across a period?
പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോറിസോണ്ടൽ റോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്സ്. ഓക്കെ, ഹോറിസോണ്ടൽ റോസ്. അപ്പോൾ ഈ ഹോറിസോണ്ടൽ റോസിൽ ഏത് പ്രോപ്പർട്ടിയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്? ഓപ്ഷൻ എ അറ്റോമിക് റേഡിയസ്, ഓപ്ഷൻ ബി മെറ്റാലിക് ക്യാരക്ടർ, ഓപ്ഷൻ സി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഷീൽഡിങ്. അപ്പോൾ നമ്മൾക്ക് അറിയാം പീരീഡ്സിലേക്ക് പോകും, പീരീഡിലേക്ക്, അതായത് മൂവിങ് അക്രോസ് എ പീരീഡ് അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരുവാണ്. അറ്റോമിക് സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുവാണ്. അന്നേരം ഇപ്പോൾ എന്ത് സംഭവിക്കും? മെറ്റാലിക് ക്യാരക്ടർ കൂടുവോ? ഇല്ല. മെറ്റാലിക് ക്യാരക്ടർ മീൻസ് എന്താ സംഭവം? ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മെറ്റൽസിന്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറുതായി വരുമ്പം ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തേക്കാണ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് കുറഞ്ഞിട്ട് ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തേക്കാണ് ഇലക്ട്രോൺസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിരിക്കും മൂവിങ് അക്രോസ് എ പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അയണൈസേഷൻ എനർജി ഈസ് ലോവസ്റ്റ് ഫോർ. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു പീരിയോഡിക് ഗ്രഡേഷൻ പ്രോപ്പർട്ടിയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്, അയനീകരണ ഊർജ്ജം. ആ അയനീകരണ ഊർജ്ജം എന്ത് സംഭവിക്കുന്നത്? ലോവസ്റ്റ്, ഏറ്റവും കുറവ് ആർക്കാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി റുബീരിയം, ഓപ്ഷൻ ഡി സീഷ്യം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആണ്. ഗ്രൂപ്പ് 1 വരുന്ന എലമെന്റ്സ് ആണ് സോഡിയം, പൊട്ടാസ്യം, റുബീരിയം, സീഷ്യം, ഈ 4 ഓപ്ഷൻസും. അതിനകത്ത് നമുക്ക് താഴത്തോട്ട് പോകുമ്പം ഗ്രൂപ്പ് 1 എന്ന് പറയുമ്പോൾ താഴത്തേക്ക് പോകുന്നതോറും അറ്റോമിക് സൈസ് കൂടി വരുവാണ്. അപ്പോൾ അറ്റോമിക് സൈസ് കൂടിയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ അറ്റോമിക് സൈസ് ഉള്ളത് സീഷ്യത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെ സീഷ്യത്തിന് ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ദൂരം കൂടുതലായിരിക്കും. അറ്റോമിക് റേഡിയസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്നാ സംഭവിക്കും? ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അയോണൈസേഷൻ എനർജി കുറവായിരിക്കും. സോ ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജി ഏതിനാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വരുന്നത് സീഷ്യത്തിനാണ്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് സീഷ്യത്തിനാണ്. സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുന്നു. ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഡൗൺ ദി ഗ്രൂപ്പ് അയോണൈസേഷൻ എനർജി ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ് കൂടുന്നത് കാരണം താഴത്തേക്ക് പോകുന്നതോറും അയണൈസേഷൻ എനർജി കുറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സ്മോളസ്റ്റ് അറ്റോമിക് റേഡിയസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറച്ച്, അതായത് ഏറ്റവും ചെറിയ അറ്റോമിക് റേഡിയസ് ഉള്ളത് ഏതിനാണെന്ന ചോദ്യം. ഓപ്ഷൻ എ മഗ്നീഷ്യം, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി സിലിക്കൺ, ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 12 ആണ്, അലുമിനിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 13 ആണ്, സിലിക്കൺ എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 14 ആണ്, ആൻഡ് അഗെയിൻ ഫോസ്ഫറസ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 15 ആണ്. അപ്പോൾ 12, 13, 14, 15 എന്ന് പറയുമ്പോൾ ഇത് ഒരു പീരീഡിലുള്ളതാണ്, അതായത് ഹോറിസോണ്ടൽ റോയിലുള്ള ആളാണ്. ഹോറിസോണ്ടൽ റോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സൈസ് എന്ത് സംഭവിക്കും? കുറഞ്ഞു വരുവാണ്. അപ്പോൾ സൈസ് കുറഞ്ഞു വരുമ്പോൾ ഏറ്റവും കുറവ് സൈസ് ഉള്ള ആൾക്കാർക്കും ഏറ്റവും കുറച്ച് സ്മോളസ്റ്റ് അറ്റോമിക് റേഡിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോസ്ഫറസിനായിരിക്കും ഏറ്റവും കുറവ് അറ്റോമിക് റേഡിയ ഉള്ളത്. ഓക്കെ, ആൻസർ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ, ഫോസ്ഫറസ്. എക്സ്പ്ലനേഷൻ, അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് അക്രോസ് ദ പീരീഡ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് അറ്റോമിക് റേഡിയസ് കുറയും. അപ്പം ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം, മൂവിങ് അക്രോസ് എ പീരീഡ് അല്ലെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഇപ്പം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ദി അറ്റോമിക് റേഡിയേ ഡിക്രീസസ്. അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് ഇതാണ്. വെൻ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്? അറ്റോമിക് റേഡിയേ ഡിക്രീസസ്. അറ്റോമിക് റേഡിയക്ക് എന്ത് സംഭവിക്കും? കുറയും. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. അടുത്ത പ്രോപ്പർട്ടി ഏതാണെന്നാണ്. ഓപ്ഷൻ എ അറ്റോമിക് റേഡിയസ്, ഓപ്ഷൻ ബി അയണൈസേഷൻ എനർജി, ഓപ്ഷൻ സി ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ, ഓപ്ഷൻ ഡി ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ തന്നെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്ന ഒരു ഗ്രഡേഷൻ പ്രോപ്പർട്ടിയാണ്, ഒരു പ്രോപ്പർട്ടി ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അറ്റോമിക് റേഡിയസ്. അയോണൈസേഷൻ എനർജി, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇവിടെ ഒരു പ്രോപ്പർട്ടി അല്ലാത്തത് ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ ഇസ് നോട്ട് എ പീരിയോഡിക് പ്രോപ്പർട്ടി. ഇറ്റ് വേരീസ് വിത്ത് ഐസോടോപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ ചേഞ്ച് വരും. 6ാമത്തെ ചോദ്യം, എലമെന്റ് വിത്ത് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ്. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഫ്ലൂറിൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ അറേഞ്ച്മെന്റിന്റെ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അഗെയിൻ വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എലമെന്റ്സിന്റെ അറേഞ്ച്മെന്റ്.
അതായത് 7 എന്ന് പറയുമ്പം 2,5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5 വന്നു കഴിഞ്ഞാൽ നൈട്രജൻ 15th ഫാമിലിയിലാണ്, 16th ഫാമിലിയിലാണ് ഓക്സിജൻ ഉള്ളത്, 17th ഫാമിലിയിലാണ് ഫ്ലൂറിൻ ഉള്ളത്, 17th ഫാമിലിയിലെ സെക്കൻഡ് മെമ്പറാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പൊസിഷൻ ഓഫ് ദീസ് എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏതിനാണ് ഉള്ളതെന്ന ചോദ്യം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്കറിയാം, മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അക്രോസ് എ പീരീഡ് സൈസ് ഡിക്രീസസ്. കാരണം എന്താ? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് സൈസ് കുറയുന്നു. സൈസ് കുറയുന്നത് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ഇനി അത് ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്നുള്ള കാര്യം. മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ പീരിയോഡിക് ടേബിൾ. മുകളിൽ നിന്ന് താഴത്തേക്ക് പോകും തോറും എന്നാ കാര്യങ്ങളാണ് കൂടുന്നത്? അറ്റോമിക് സൈസ് കൂടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അറ്റോമിക് സൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി അത് കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് കൺസെപ്റ്റും കൂടി നോക്കിക്കഴിയുമ്പം അറ്റോമിക് സൈസ് കുറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പോൾ അറ്റോമിക് സൈസ് ഈ കൂടെ ഏറ്റവും കുറവുള്ളത് ഏതാ? നൈട്രജൻ ഇവിടെയാണ്, ഓക്സിജൻ ഇവിടെയാണ്, ഫ്ലൂറിൻ ഇവിടെയാണ്. ഫ്ലൂറിനെക്കാളും ഇച്ചിരൂടെ വലുതായിരിക്കും. അപ്പോൾ അറ്റോമിക് സൈസ് ഏറ്റവും കുറവുള്ളത് ഫ്ലൂറിനാണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഫ്ലൂറിൻ. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഫോർ ഫ്ലൂറിൻ. ഓക്കെ അല്ലേ? ഫ്ലൂറിൻ ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓൺ ദി പോളിംഗ് സ്കെയിൽ. അപ്പോൾ പോളിംഗ് സ്കെയിലുള്ള ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 3.98, ഓൾമോസ്റ്റ് ടു ക്ലോസ് ടു 4 ആണ് ഏകദേശം ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്. ഓപ്ഷൻ ബി, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. ഓപ്ഷൻ സി, അയണൈസേഷൻ എനർജി ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. ആൻഡ് ഓപ്ഷൻ ഡി, മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വി ഹാവ് ടു അനലൈസ് ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു പ്രസ്താവന നേരെ നല്ലപോലെ അനലൈസ് ചെയ്യണം. കാരണം നമ്മൾ വിചാരിക്കും ശരിയാണെന്ന്, പക്ഷേ കയറി തെറ്റ് കാണിക്കും. അപ്പോൾ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്. അപ്പോൾ നമുക്ക് മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് തന്നെ എഫക്റ്റീവ് അറ്റോമിക് ന്യൂക്ലിയർ ചാർജ് കൂടും. ദാറ്റ് ഈസ് ZDFF. അതാണ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. ZDFF കൂടുമ്പം അറ്റോമിക് റേഡിയസിന് എന്ത് സംഭവിക്കും? കുറയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അഗെയിൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. അങ്ങോട്ട് പോകുന്നതോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അയോണൈസേഷൻ എനർജി ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു അയോണൈസേഷൻ എനർജി ഡിക്രീസസ് വെൻ അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അറ്റോമിക് സൈസ് കൂടുമ്പോൾ മാത്രമേ അയോണൈസേഷൻ എനർജി കുറയത്തുള്ളൂ. അപ്പോൾ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് ചെയ്യും? കുറയുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അയോണൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിയും തെറ്റാണ്. അഗെയിൻ ഓപ്ഷൻ ടി നോക്കിയാൽ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. അപ്പോൾ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് മെറ്റൽസ് ഉള്ളത്, റൈറ്റ് സൈഡിൽ ഉള്ളത് ഗ്യാസസ് ആണ്, നോബിൾ ഗ്യാസസ് ആണ് ഉള്ളത്. സോ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് അക്രോസ് എ പീരീഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി വിൽ ബി ദി റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അഗെയിൻ നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഷോ ഹയസ്റ്റ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. അപ്പോൾ അതായത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എലമെന്റ് ആണെങ്കിൽ, ഇതൊരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ. ഇപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജീനെയാണ് നമുക്ക് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു ആറ്റത്തിനെ അയോൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി, അതാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം സെക്കൻഡ് അയോണൈസേഷൻ എനർജി. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി എന്ന് പറയും, ആദ്യത്തെ അയോണീകരണ ഊർജ്ജം. രണ്ടാമത്തേതാണെങ്കിൽ രണ്ടാമത്തെ അയോണീകരണ ഊർജ്ജം. അപ്പോൾ നമുക്ക് സോഡിയത്തിൻ്റെ കേസ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2,8,1 ആണ്. രണ്ടാമത്തേത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 12 ആണ്. സോ 2,8,2 വരും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന അലുമിനിയം ആണ്. അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ 2,8,3 വരും. അഗെയിൻ വന്നിരിക്കുന്ന സിലിക്കൺ ആണ്. അറ്റോമിക് നമ്പർ 14 ആണ്. സോ 2,8,4 വരും. ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോണെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം അയണൈസേഷൻ എനർജി ഒന്നും ഉപയോഗിക്കേണ്ട. പക്ഷേ ഈ ഓൾറെഡി ഫില്ലായിട്ടുള്ള 2,8 ഇത് ഓൾറെഡി ഇപ്പോൾ സ്റ്റേബിളാണ്. നമ്മൾ ഈ ഒരാളെയും കളഞ്ഞു.
ബാക്കി ഈ 2 എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഒക്ടറ്റ് സ്റ്റേറ്റിൽ നിന്ന് പിന്നെ ഒരു ഇലക്ട്രോണെ കളയണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു അപ്ലൈ മോർ എനർജി. സോ ദ ഓപ്ഷൻ വിൽ ബി കറക്റ്റ് ആൻസർ. സോഡിയം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ആഫ്റ്റർ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തതിന് ശേഷം Na+ ഹാസ് എ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. കണ്ടോ, Na+ ആയി കഴിയുമ്പോൾ 2,8 മാത്രമായിരിക്കും Na+നുള്ളത്. Na+ മീൻസ് അവിടുത്തെ ആകെ 10 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ, 2,8. മേക്കിംഗ് സെക്കൻഡ് അയണൈസേഷൻ എനർജി വെരി ഹൈ. അതാണ് നമ്മുടെ സെക്കൻഡ് അയണൈസേഷൻ എനർജീനെ ഹൈ ആക്കാനുള്ള കാരണം. അഗെയിൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ജനറൽ ട്രെൻഡ് ഫോർ അറ്റോമിക് സൈസ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ അറ്റോമിക് സൈസിലെ ജനറൽ ട്രെൻഡ്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കോളത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? താഴത്തേക്ക് പോകുന്തോറും നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നത് കൊണ്ട് അറ്റോമിക് സൈസ് വലുതായി വരുമായിരിക്കും ചെയ്യുന്നത്. സോ ദി ജനറൽ ട്രെൻഡ് ഫോർ അറ്റോമിക് സൈസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്, ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്, റിമൈൻസ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ ഡി ഇറഗുലർ. അപ്പോൾ കറക്റ്റ് ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും, ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. താഴത്തേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് കൂടിയായിരിക്കും പോവുക. Again moving to the last question of the series, that is 10th ചോദ്യം. Which element has the lowest first ionization energy in the third period? മൂന്നാമത്തെ പീരീഡിൽ ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ളത് ഏതിനാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തേർഡ് പീരീഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സോഡിയം വരുന്നുണ്ട്, പിന്നെ മഗ്നീഷ്യം വരുന്നുണ്ട്, പിന്നെ അലുമിനിയം വരുന്നുണ്ട്, സിലിക്കൺ വരുന്നുണ്ട്. ഇവിടെ ഓപ്ഷനിൽ സോഡിയത്തിൻ്റെത് 11 അറ്റോമിക് നമ്പർ, മഗ്നീഷ്യം 12, അലുമിനിയം 13, സിലിക്കൺ 14. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഏറ്റവും കുറവ് ആർക്കാണ് ചോദിച്ചത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 2,8,1, 2,8,2, ഇവിടെയാണെങ്കിൽ 2,8,3, ആൻഡ് ഇവിടെയാണെങ്കിൽ സിലിക്കൻ്റെ കേസിലാണെങ്കിൽ 2,8,4 വരും. അപ്പോൾ ഇവിടെ നമ്മളുടെ കേസിൽ ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഇലക്ട്രോണെ കളഞ്ഞു കഴിഞ്ഞാൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒക്ടറ്റ് കോൺഫിഗറേഷനിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആർക്കായിരിക്കും? സോഡിയത്തിനായിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ. പോളിങ്ങിൻ്റെ സ്കെയിലും ഉണ്ട്, മുള്ളിക്കൻ്റെ സ്കെയിലും ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് മീൻസ് ഡിഫറൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൽറ്റ EN എന്ന് പറഞ്ഞു. ബിറ്റ്വീൻ 2 ആറ്റംസ് ഈസ് അക്കോർഡിംഗ് ടു 2.0. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് തന്നിട്ടുണ്ട്, 2.0 തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ അങ്ങനെയാണെങ്കിൽ പോളിംഗ് സ്കെയിലിന് അനുസരിച്ച് ദ ബോണ്ട് ഫോം ചെയ്യുന്ന ബോണ്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പ്യുവർ കോവലന്റ്, ഓപ്ഷൻ ബി പോളാർ കോവലന്റ്, ഓപ്ഷൻ സി അയോണിക്, ഓപ്ഷൻ ഡി മെറ്റാലിക്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം നോക്കിക്കേ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1.7 വന്നാൽ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് പോളിംഗ് സ്കെയിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ ഇത് അയോണിക് ക്യാരക്ടറിനെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1.7 ഇറ്റ് സജസ്റ്റ് അയോണിക് ക്യാരക്ടറെ ആയിരിക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, moving to the second question. Mulliken electronegativity is defined as. Mulliken electronegativity എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എ ജോമെട്രിക് മീൻ ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോണിക് അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും അയണൈസേഷൻ എനർജിയുടെയും ആവറേജ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ മീൻ ആണ് പറഞ്ഞേക്കുന്നത് മുള്ളിക്കൻ ഇലക്ട്രോണെഗറ്റിവിറ്റി. ഓപ്ഷൻ ബി അരിത്തമെറ്റിക് മീൻ ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി. അരിത്തമെറ്റിക് മീൻ ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി ആണ് മുള്ളിക്കൻ ഇലക്ട്രോണെഗറ്റിവിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ സി ഡിഫറൻസ് ബിറ്റ്വീൻ അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഡി പ്രോഡക്റ്റ് ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി. എന്താണെങ്കിലും മുള്ളിക്കൻ ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ല, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ല. പിന്നെ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ ജോമെട്രിക് മീനാണോ അതോ അരിത്തമെറ്റിക് മീനാണോ എന്നാണ്. ഇപ്പം തന്നെ ഉറപ്പിച്ചോ, മുള്ളിക്കൻ ഇലക്ട്രോണെഗറ്റിവിറ്റി സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. മറന്നുപോയത് അരിത്തമെറ്റിക് മീൻ ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് electron affinity ആണ്. Okay, moving to the next question.
പോളിംഗ് സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ, പോളിംഗ് സ്കെയിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്? ഓപ്ഷൻ എ ബോണ്ട് എനർജി, ഓപ്ഷൻ ബി അറ്റോമിക് നമ്പർ, ഓപ്ഷൻ സി അയനൈസേഷൻ എനർജി, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ പോളിംഗ് സ്കെയിൽ ശരിക്കും ബോണ്ട് എനർജീനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. പോളിംഗ് സ്കെയിൽ ഈസ് ഡിപ്പെൻഡ് ഓൺ ബോണ്ട് എനർജി. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ, പോളിംഗ് റിലേറ്റഡ് ബോണ്ട് എനർജീസ് വിത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. അപ്പോൾ ബോണ്ട് എനർജീസും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസും തമ്മിലുള്ള റിലേഷനാണ് പോളിംഗ് സ്കെയിലിൽ കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെന്റ്സ്. ഓപ്ഷൻ എ ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഡിക്രീസസ് അക്രോസ് എ പീരീഡ്, ഓപ്ഷൻ സി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്, ഓപ്ഷൻ ഡി റിമൈൻസ് കോൺസ്റ്റന്റ്. ഇവിടെ കറക്റ്റ് ആൻസർ ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ സൈസ് ഡിക്രീസസ്. അങ്ങോട്ട് പോകുന്നതോറും സൈസ് കുറഞ്ഞു വരുവാണ്. ഓക്കെ, സൈസ് കുറഞ്ഞു വരുവാണ്. ഓക്കെ, താഴത്തേക്ക് പോകുന്നതോറും സൈസ് പിന്നെയും കൂടി വരുവാണ്. താഴത്തേക്ക് പോകുന്നതോറും സൈസ് പിന്നെയും കൂടി വരുവാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? സൈസ് കുറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് സംഭവിക്കും? കൂടും. സൈസ് കുറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, വിച്ച് മീൻസ് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. സൈസ് കുറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി? താഴെ പറയുന്നതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്? ഓപ്ഷൻ എ ഫ്ലൂറിൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ക്ലോറിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. അത് നമ്മൾ കണ്ടീഷൻ പറഞ്ഞായിരുന്നു. അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 6, ദി യൂണിറ്റ് ഓഫ് മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ്. മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ നോ യൂണിറ്റ്, ഓപ്ഷൻ ബി ഇലക്ട്രോൺ വോൾട്ട്, ഓപ്ഷൻ സി കിലോ ജൂൾ പെർ മോൾ, ഓപ്ഷൻ ഡി ഡിബൈ. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആസ് പെർ ദി മുല്ലിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇലക്ട്രോൺ വോൾട്ട് ആണ്. മുല്ലിക്കൻ സ്കെയിൽ യൂസസ് ദി ആവറേജ് ഓഫ് അയനൈസേഷൻ എനർജി, അരിത്തമെറ്റിക് മീൻ ആണ് കേട്ടോ. ആവറേജ് ഓഫ് അയനൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻ ഇലക്ട്രോൺ വോൾട്ട്സ്. ഇലക്ട്രോൺ വോൾട്ട്സിലാണ് മുല്ലിക്കൻ സ്കെയിൽ അതിൻ്റെ വാല്യൂസ് തരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് എമംഗ് ദി ഫോളോയിങ് ഹാസ് സീറോ ഇലക്ട്രോനെഗറ്റിവിറ്റി? സീറോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഏതിനാണ്? ഓപ്ഷൻ എ ഹീലിയം, ഓപ്ഷൻ ബി ഫ്ലൂറിൻ, ഓപ്ഷൻ സി ലിത്തിയം, ഓപ്ഷൻ ഡി കാർബൺ. കറക്റ്റ് ആൻസർ ഹീലിയം ആണ്. നമുക്കറിയാം ഹീലിയം ഈസ് എ നോബിൾ ഗ്യാസ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, നോബിൾ ഗ്യാസസ് ജനറലി ഹാവ് നോ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺസ്, സോ thereby the electronegativity value will be 0. എട്ടാമത്തെ ചോദ്യം, ഇഫ് an element has high ionization energy, ഒരു എലമെന്റിന് ഏറ്റവും കൂടുതൽ അയനൈസേഷൻ എനർജി ആൻഡ് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റിയും ഉണ്ട്, then its electronegativity will be. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? ഓപ്ഷൻ എ ലോ, ഓപ്ഷൻ ബി ഹൈ, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി അൺപ്രഡിക്റ്റബിൾ. അപ്പം അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഇലക്ട്രോനെഗറ്റിവിറ്റി വിൽ ബി ഹൈ ആയിരിക്കും. ഹൈ അയണൈസേഷൻ എനർജി മീൻസ് അയാൾ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ആറ്റമാണ്. ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി മീൻസ് അദ്ദേഹത്തിന് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അടുത്തത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. ഒൻപതാമത്തെ ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ആർ മാക്സിമം 4. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ളത് ഏതിനാണ്? ഓപ്ഷൻ എ ഗ്രൂപ്പ് 1, ഓപ്ഷൻ ബി ഗ്രൂപ്പ് 2, ഓപ്ഷൻ സി ഗ്രൂപ്പ് 17, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18. കറക്റ്റ് ആൻസർ ഗ്രൂപ്പ് 17 ആയിരിക്കും. ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് 1 എലമെൻസിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ വരും. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ കളയാനുള്ള ശ്രമമായിരിക്കും ഗ്രൂപ്പ് 1 കാണിക്കുന്നത്. ഓക്കെ, അഗെയിൻ മൂവിങ് ടു ഗ്രൂപ്പ് 2 മീൻസ് ഗ്രൂപ്പ് 2ലും അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. 2 ഇലക്ട്രോൺ either സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ 2 ഇലക്ട്രോണിനെ കളയാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ അവിടെ കൂടത്തില്ല. അഗെയിൻ ഗ്രൂപ്പ് 17 മീൻസ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ, അതായത് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 7 ആണ്, അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ വാലൻസി 1 മീൻസ് അയാൾക്ക് ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്താവും? ഹി വിൽ ബിക്കം ഒക്ടറ്റ് കോൺഫിഗറേഷൻ എത്തും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണെ കിട്ടാൻ വേണ്ടി അദ്ദേഹം മാക്സിമം പരിശ്രമിക്കും അല്ലേ. സോ ഗ്രൂപ്പ് 17 ഹാവ് ദി മാക്സിമം ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ. ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ ഗ്രൂപ്പ് 18 നോക്കട്ടെ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഓൾറെഡി 8 ഇലക്ട്രോൺ ഉണ്ട്. അയാൾക്ക് പിന്നെ മറ്റൊരു കെമിക്കൽ ബോണ്ടിങ്ങിൽ അല്ലെങ്കിൽ മറ്റൊരു ഇലക്ട്രോൺ പെയർ ഷെയറിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാലജൻസ് ഹാവ് ദി ഹയസ്റ്റ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉള്ളത് ആർക്കായിരിക്കും? ഹാലജൻസിനാണ്. ഹാലജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് 17 എലമെന്റ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് 17 ഫാമിലിയാണ്. 10ാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സീരീസിൽ നിന്നുള്ള 10ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
ഓപ്ഷൻ എ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് എ മെഷറബിൾ ക്വാണ്ടിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി ആണോ? അതേ. മുള്ളിക്കൻ സ്കെയിലുണ്ട്, പോളിംഗ് സ്കെയിലുണ്ട്. പോളിംഗ് സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ ബോണ്ട് എനർജീസ്. അതും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബോണ്ട് എനർജീസിനെ അനുസരിച്ചിട്ടാണ് പോളിംഗ് സ്കെയിൽ ഉള്ളത്. മുള്ളിക്കൻ സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ. അടുത്തത് ഓപ്ഷൻ ഡി ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്. അതും ശരിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ശരിയാണ്. മുള്ളിക്കൻ സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ അല്ല, അയണൈസേഷൻ എനർജീനെയും അതുപോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റിനെയുമാണ് മുള്ളിക്കൻ സ്കെയിൽ ബേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 19 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം ഇനി വെറും ഒരു 5 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് യൂട്യൂബ് വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഇപ്പം നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ, നമുക്കറിയാം ഓൾറെഡി വെപ്രാളം കൂടിയിരിക്കുന്ന ഒരു സമയമാണിപ്പം. അപ്പോൾ ഒരാളുടെ വീഡിയോ പകുതി പറഞ്ഞ് അടുത്ത ആളുടെ വീഡിയോ പകുതി കണ്ട് അങ്ങനെ നമുക്ക് ഒത്തിരി സമയം വേസ്റ്റായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇടാതെ നിങ്ങൾ മാക്സിമം കൂളായിട്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ചാനലിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നന്നായി പ്രൊവൈഡ് ചെയ്യുന്ന ചാനലിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് പറയാം, അദ്ദേഹം ആ ഒരു വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും, ഒട്ടനവധി കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യം കിട്ടുന്നുമില്ല. പക്ഷെ നിങ്ങൾ റാൻഡംലി കുറേ അധികം തംബ്നെയിൽസ് കണ്ട് കുറേയധികം യൂട്യൂബ് വീഡിയോസിൻ്റെ പുറകെ നടന്നിട്ട് അവസാനം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തരുത്. അതുകൊണ്ട് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ ഇനിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് സ്ലേറ്റേഴ്സ് റൂൾ എന്ന് പറയുന്ന അടുത്ത ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: effective nuclear charge ZEFF is calculated using the formula. അപ്പോൾ നമുക്ക് ZEFF അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഓപ്ഷൻ എ Z+S, അതായത് അറ്റോമിക് നമ്പർ ആണ് Z. S അല്ലെങ്കിൽ സിഗ്മ എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഈ സിഗ്മ എന്ന് പറയുന്നത് സ്ക്രീനിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഷീൽഡിങ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഏതർ എസ് ആവാം അല്ലെങ്കിൽ സിഗ്മ ആവാം, ഏതാണെങ്കിലും അതെന്താ സംഭവം, സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിങ് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിങ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്, ശരിക്കും ഇതല്ല കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ മൈനസ് സിഗ്മയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ മൈനസ് സിഗ്മ, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാണുന്നത് ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റോമിക് നമ്പർ ആൻഡ് സ്ക്രീനിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഷീൽഡിങ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോൺ എക്സ്പീരിയൻസസ് ദ ഗ്രേറ്റസ്റ്റ് ന്യൂക്ലിയർ ചാർജ്? ഓപ്ഷൻ എ 1s in He, ഓപ്ഷൻ ബി 2p in oxygen, ഓപ്ഷൻ സി 3p in chlorine ആൻഡ് ഓപ്ഷൻ ഡി 4s in K. നമ്മളോട് ചോദിച്ചത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഏത് ഇലക്ട്രോണിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഹീലിയത്തിനാണെങ്കിൽ ഓഫ് കോഴ്സ് 1s ആണ്. ആകെ നമുക്കൊരു ഇലക്ട്രോണേ ഉള്ളൂ. ഹീലിയത്തിനാണെങ്കിൽ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഒരു ഷെല്ലിൽ തന്നെയാണ് നമുക്ക് 2 ഇലക്ട്രോൺ ഉള്ളത്. ഇനി ഓക്സിജനിലാണെങ്കിൽ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. സോ 1s2, 2s2, 2p6 അല്ല 2p4 വരും. 4 + 4 8 അല്ലേ. അടുത്തത് ക്ലോറിനാണെങ്കിൽ 17 ആണ് അറ്റോമിക് നമ്പർ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p5 വരും അല്ലേ. 5 × 2 7 17, അത് തന്നെ 3p5 വരും. 4s in K എന്ന് പറയുമ്പോൾ 4s എന്ന് പറയുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. 4s എന്ന് പറയുമ്പോൾ 1s2 ഉണ്ട്, 2s2, 2p6, അഗെയിൻ 3s2, 3p6, അഗെയിൻ 4s1 എന്ന് വരും. അപ്പോൾ 4s എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇവിടെ അറിയാം എന്താ, ന്യൂക്ലിയസിനോട് തൊട്ട് അടുത്ത് നിൽക്കുന്ന ഇലക്ട്രോൺ ആണ് 1s ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അഗെയിൻ 2s ഇലക്ട്രോൺ അതിൻ്റെ തൊട്ടപ്പുറത്തത്. പിന്നെ 2p, 2sഉം 2pയും ഒരു ഷെല്ല്. അഗെയിൻ 3s 3p അടുത്ത ഷെല്ല്. പിന്നെ 4s. അപ്പോൾ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെ 3p in Cl എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവസാനത്തേക്ക് വരുന്നതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. അഗെയിൻ 2p in ഓക്സിജൻ എന്ന് പറയുമ്പോൾ അതും അവസാനത്തേക്കാണ് വരുന്നത്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. അതേസമയം ഹീലിയത്തിൻ്റെ കേസ് നോക്കിക്കേ. ഹീലിയത്തിൻ്റെ ആകെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 ആണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആയതുകൊണ്ട് തന്നെ 1s2 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇന്നർ ഇലക്ട്രോൺസ് ആയിരിക്കും 1s2 ഉണ്ടാവുന്നത്.
2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്നർ ഇലക്ട്രോൺസ് ആയിരിക്കും. ഇന്നർ ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് മോർ ന്യൂക്ലിയർ അട്രാക്ഷൻ വിത്ത് ലെസ് ഷീൽഡിംഗ്. ഓക്കെ ആണോ? ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു സ്ലൈറ്റേഴ്സ് റൂൾ ദ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് ഫോർ എ 3p ഇലക്ട്രോൺ ഇൻ ഫോസ്ഫറസ് ഈസ്. അപ്പോൾ സ്ലൈറ്റർ റൂള് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള റൂളാണ്. സ്ലൈറ്റർ റൂളിൽ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് ഓഫ് 3pയുടെ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് ഫോസ്ഫറസിലെ 3p ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 4.80, ഓപ്ഷൻ ബി 8.80, ഓപ്ഷൻ സി 10.20, ഓപ്ഷൻ ഡി 6.45. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. അപ്പോൾ നമുക്ക് സ്ലൈറ്റേഴ്സ് റൂൾ എന്താണെന്ന് അതിന് മുമ്പൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്ലൈറ്റേഴ്സ് റൂൾ എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് ദ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് ഫോർ എ ഗിവൻ ഇലക്ട്രോണോ, തന്നിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂളാണ് സ്ലൈറ്റർ റൂൾ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ സ്ലൈറ്റർ റൂൾ ഓഫ് എ പർട്ടിക്കുലർ സ്ലൈറ്റർ റൂൾ വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ സ്ലൈറ്റേഴ്സ് ഗ്രൂപ്പ് ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം സ്ലൈറ്റർ ഗ്രൂപ്പ് ഫോർമാറ്റിൽ തന്നിരിക്കുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ സ്ലൈറ്റർ ഗ്രൂപ്പിൽ എങ്ങനെ എഴുതാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ 1sലാകെ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോറി, 1sലാകെ 1ൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1ലാകെ ഒരേ ഒരു ഓർബിറ്റലേ ഉള്ളൂ 1s. 2ലാണെങ്കിൽ 2sഉം 2pയും ഉണ്ട്. 3ലാണെങ്കിൽ 3s 3p ഉണ്ട്. അഗെയിൻ ഹയർ എനർജിയാണ് 3d എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പിളിൽ അറിയാം 3d വാലൻസ് ഷെല്ലിൽ 3 ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ പോലും 3d എന്ന് പറയുമ്പം ഹയർ എനർജി ഓർബിറ്റ് ആണ്. 4s 4p പിന്നെ 3d വയ്ക്കുക. ഓക്കെ, ഇനി റൂൾസ് ഫോർ അസൈനിങ് കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ അസൈൻ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നോക്കാം. ഇലക്ട്രോൺസ് ഇൻ ഗ്രൂപ്പ്സ് ടു ദി റൈറ്റ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട്. അപ്പോൾ നമുക്ക് ഈ ഹയർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് 4s, ഇപ്പോൾ നമ്മൾ 1sനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ 3s 4s 5s എന്നൊക്കെ പറയുമ്പോൾ ഹയർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾക്ക് കോൺട്രിബ്യൂഷനിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇലക്ട്രോൺസ് ഇൻ ദ സെയിം ഗ്രൂപ്പ്, അതായത് സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉള്ളത് കോൺട്രിബ്യൂട്ട് 0.35 എക്സെപ്റ്റ് ഫോർ 1s വേർ ദ അതർ 1s ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട്സ് 0.30. അപ്പോൾ 1sൽ തന്നെ നമുക്കറിയാം 1s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസിനെ വെക്കാൻ പറ്റും. മാക്സിമം ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസിനെയാണ് വെക്കാൻ പറ്റുന്നത്. അതിൽ 1sൽ നമുക്ക് മാക്സിമം ഇലക്ട്രോൺസ് 2 ആയതുകൊണ്ട് 1sൽ ഒരു ഇലക്ട്രോൺ കഴിഞ്ഞാൽ മറ്റേ ഇലക്ട്രോണിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0.30 ആയിരിക്കും. ഓക്കെ, 1sൽ മാത്രം കാര്യം പറയുക. അല്ലാതെ ഏത് ഓർബിറ്റലാണെങ്കിലും ഏത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലാണെങ്കിലും ഇപ്പോൾ NS2 NP3 എന്ന് എഴുതിക്കോ. ഓക്കെ, ഏത് ക്വാണ്ടം നമ്പറിലാണ് ഏത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലായിരിക്കും അവിടുത്തെ ഇലക്ട്രോണിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0.35. ഇപ്പം നമുക്ക് NS ഓർബിറ്റലിലെ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് NS NP എന്ന് പറയുമ്പോഴേക്കും സെയിം N കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ NS ഓർബിറ്റലിൽ ഓൾറെഡി ഒരു ഇലക്ട്രോണിൻ്റെ സ്ക്രീനിങ് കോൺസ്റ്റൻ്റാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം 3 2 5 ഇലക്ട്രോൺസ് ഉണ്ട്. അതിലൊരു ഇലക്ട്രോണിൻ്റെ അപ്പോൾ നമുക്ക് 0.35 × 4 ആയിരിക്കും നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. കാരണം മൊത്തം 5 ഇലക്ട്രോണാണ്. അതിനകത്ത് ഒരു ഇലക്ട്രോണിനെ വെച്ചിട്ടാണ് നമുക്ക് മറ്റേതിൻ്റെ ഷീൽഡിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള 4 ഇലക്ട്രോണിനെ 0.35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇലക്ട്രോൺസ് ഇൻ N-1 ഷെൽ കോൺട്രിബ്യൂട്ട് 0.85. അപ്പോൾ N-1 ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഉള്ളതെങ്കിൽ അതിനെ 0.85 നമുക്കിപ്പോൾ ചെയ്യാം. ഇലക്ട്രോൺസ് ഇൻ N-2 ഓർ ലോവർ ഷെൽ കോൺട്രിബ്യൂട്ട്സ് 1 ആയിരിക്കും N-2വിലുള്ളത്. ഇനി സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഫോർ D and F ഇലക്ട്രോൺസ് സെയിം ഗ്രൂപ്പ് ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് 0.35 ആൻഡ് ഓൾ ഇലക്ട്രോൺസ് ടു ദി ലെഫ്റ്റ് കോൺട്രിബ്യൂട്ട് 1. എക്സാമ്പിൾ ഫോർ 3p ഇലക്ട്രോൺസ് ഇൻ ഫോസ്ഫറസ്. അതായത് നമ്മളിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുവാണ്. ഇത് ഫോസ്ഫറസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 15 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p3 ആണ്. അതിൽ തന്നെ ഇവിടെ ഹയർ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ്. സോ N എന്ന് പറയുന്നത് ഏതാ? ഇവിടെ 3sഉം ഉണ്ട് 3pയും ഉണ്ട്. അപ്പോൾ നമുക്ക് 3sലുള്ള ഇപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 3p ഇലക്ട്രോൺസിൻ്റെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? 3p ദ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് ഫോർ എ 3p ഇലക്ട്രോൺ. അപ്പോൾ 3p ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, നമുക്കവിടെ സെയിം ഇതാണ് നമ്മുടെ സ്ലൈറ്റർ ഫോർമാറ്റ്, സ്ലൈറ്റർ ഗ്രൂപ്പിംഗ് ഫോർമാറ്റ്. അപ്പോൾ 3s2 3p3യിൽ മൊത്തം 5 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഒരാളുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. പിയിലെ ഒരാളുടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 ഇൻറ്റു സെയിം ഇലക്ട്രോൺസ് ആയതുകൊണ്ട് അവിടെ എന്നാ വരും? 0.35 വരും. ഓക്കെ, അപ്പോൾ അതായിരിക്കും ആ ഇലക്ട്രോണിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 4 × 0.35 എന്ന് പറയുന്നത് 1.40 വരും.
ഇനി ഇലക്ട്രോൺസ് ഇൻ n-1 ഷെല്ലുണ്ട് കണ്ടോ, അതായത് ഇവിടെ n-1 ഷെല്ലുണ്ട്, 2sഉം 2pയും. അവിടെ മൊത്തം 8 ഇലക്ട്രോൺസ് ഉണ്ട് വരുന്നുണ്ട്, 6 2 8. ആ 8 ഇൻറ്റു 0.85 ചെയ്യുക, അതായത് 6.80 വന്നു. ഇനി ഇലക്ട്രോൺസ് ഇൻ n-2 ഉണ്ട്, അതായത് 1s2 n-2 ഉണ്ട്. ആ n-2 വരുമ്പോഴേക്കും 1s ഷെല്ലാണ്, 2 ഇൻറ്റു 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2.00. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ ഷീൽഡിംഗ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഷീൽഡിംഗ് കോൺസ്റ്റന്റ് സിഗ്മ ഈസ് ഈക്വൽ ടു 1.40 പ്ലസ് 6.80 പ്ലസ് 2 വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ 10.20 വരും ഷീൽഡിംഗ് കോൺസ്റ്റന്റ്. ഇനി നമുക്ക് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ZEFF എന്നാണെന്നറിയാം. ZEFF ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ മൈനസ് ഷീൽഡിംഗ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് സിഗ്മയാണ്. ഇവിടുത്തെ സിഗ്മയുടെ വാല്യൂ 10.20 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ 15 മൈനസ് 10.20 വരുമ്പോൾ 4.80 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് പ്രോപ്പർ വേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ ഓപ്ഷൻ ബി ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 8.80 അത് മിസ്റ്റേക്കാണ്, ബൈ മിസ്റ്റേക്ക് ഹാപ്പൻസ് കേട്ടോ. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 4.80 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ദ ഫോളോവിങ് എലമെന്റ്സ് വിൽ ഹാവ് ദി ഹയസ്റ്റ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉള്ളത് ഇതിന്. ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി മഗ്നീഷ്യം, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി സിലിക്കൺ. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസ് കുറയുന്ന അനുസരിച്ച് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന കേസിലാണെങ്കിൽ ഇവിടെ ഇതാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം ആറ്റം എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. സോഡിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 11 ആണ്. പിന്നെ വരുന്ന അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് മഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12. അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് അലുമിനിയം, അറ്റോമിക് നമ്പർ 13. അതിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് സിലിക്കൺ, അറ്റോമിക് നമ്പർ 14. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? താഴത്തേക്ക് മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും, പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും സൈസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ഉള്ളത് സിലിക്കണിനായിരിക്കും. ഓപ്ഷൻ ഡി വിൽ ബി ദി കറക്റ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിക്കോ. ആസ് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ZEFF ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ അക്രോസ് എ പീരീഡിൽ ZEFFും ഇൻക്രീസ് ചെയ്യുന്നു. അഞ്ചാമത്തെ ചോദ്യം, സ്ലൈറ്റേഴ്സ് റൂൾസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു. സ്ലൈറ്റേഴ്സ് റൂൾ ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതിലേക്ക്? ഓപ്ഷൻ എ S ഇലക്ട്രോൺ, ഓപ്ഷൻ ബി P ഇലക്ട്രോൺ, ഓപ്ഷൻ സി D and F ഇലക്ട്രോൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ കറക്റ്റ് ആൻസർ നൺ ഓഫ് ദീസ് ആണ്, കാരണം സ്ലൈറ്റേഴ്സ് റൂൾസ് ഇല്ലാത്ത എല്ലാത്തിനകത്തും ആപ്ലിക്കബിൾ ആണ്. എക്സ്പ്ലനേഷൻ, സ്ലൈറ്റേഴ്സ് റൂൾസ് അപ്ലൈ ടു ഓൾ ടൈപ്സ് ബട്ട് ആർ ലെസ് അക്യുറേറ്റ് ഫോർ D and F. D and Fനും ലെസ് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ്. ഓപ്ഷൻ എ ബോണ്ട് ആംഗിൾസ്, ഓപ്ഷൻ ബി അയനൈസേഷൻ എനർജി, ഓപ്ഷൻ സി അറ്റോമിക് റേഡിയസ്, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് മനസ്സിലാക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? ബോണ്ട് ആംഗിൾസ് ആണോ, അയനൈസേഷൻ എനർജി ആണോ, അറ്റോമിക് റേഡിയസ് ആണോ? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബോത്ത് ബി ആൻഡ് സി ആണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അയനൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ഇനി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അറ്റോമിക് റേഡിയസ് കുറവായിരിക്കും. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെച്ച് നമുക്ക് അയനൈസേഷൻ എനർജി ആസ് വെൽ ആസ് അറ്റോമിക് റേഡിയസിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് രണ്ടും കറക്റ്റ് ആൻസർ ആണ്. ബോത്ത് ബി ആൻഡ് സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എപ്പോഴാണ് കൂടുന്നത്? ഓപ്ഷൻ എ ഡൗൺ എ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി അക്രോസ് എ പീരീഡ്, ഓപ്ഷൻ സി അലോങ് എ ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി ഇറഗുലർലി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അക്രോസ് എ പീരീഡ് ആണ്. ഒരു പീരീഡിൽ നോക്കുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും അറ്റോമിക്കിൻ്റെ സൈസ് കുറഞ്ഞു വരുവാണ്. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും കുറയും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ZEFF കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജസ് ഇൻക്രീസസ് ഫ്രം മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് സ്ലൈറ്റേഴ്സ് ഗ്രൂപ്പിംഗ് ഫോർ 2p ഇലക്ട്രോൺ? 2p ഇലക്ട്രോണിന് വേണ്ടിയിട്ട് സ്ലൈറ്ററിൻ്റെ ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ 1s, 2s, 2p, 3s, 3p. ഓപ്ഷൻ ബി 1s, 2s, 2p. ഓപ്ഷൻ സി 1s, 2s, 2p, 3s. ഓപ്ഷൻ ഡി 1s, 2s ഒരുമിച്ച് 2p. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2p ഇലക്ട്രോണിൻ്റെ കറക്റ്റ് വേ ആണ്. ഇവിടെ ആൻസർ എയും ആസ് വെൽ ആസ് ആൻസർ സിയും വരുന്നുണ്ട്. 1s, 2s, 2p ഒരുമിച്ചാണ് എഴുതുന്നത്. 2s, 2p ഒരുമിച്ചാണ് എഴുതുന്നതെന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇതിനെ ക്വസ്റ്റ്യന് കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് ആസ് പെർ സ്ലൈറ്റേഴ്സ് റൂൾസ് എ ആൻഡ് സി വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി ഒൻപതാമത്തെ ചോദ്യം, ഇൻ സ്ലൈറ്റേഴ്സ് റൂൾ ഇലക്ട്രോൺസ് ഇൻ ഹയർ ഷെൽസ് എന്തായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോൺട്രിബ്യൂട്ട് 1,
ഓപ്ഷൻ ബി കോൺട്രിബ്യൂട്ട് 0.85, ഓപ്ഷൻ സി കോൺട്രിബ്യൂട്ട് 0.35, ഓപ്ഷൻ ഡി കോൺട്രിബ്യൂട്ട് 0.00. അതായത് ഹയർ ഷെൽ ഇപ്പോൾ നമ്മൾ ടോക്കിംഗ് അബൌട്ട് 3p ആണെങ്കിൽ 4s എന്തായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4s ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾക്ക് ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ കോൺട്രിബ്യൂഷൻസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് പുറത്ത് നിൽക്കുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ പറയാൻ പറ്റത്തില്ല. സോ ഇവിടെ ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് 0.00. കോൺട്രിബ്യൂട്ട് പറയാൻ പറ്റത്തില്ല, അവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഷീൽഡിങ്ങിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. എക്സ്പ്ലനേഷൻ നോക്കി, ഇലക്ട്രോൺസ് ഇൻ ഷെൽ ഹയർ ദാൻ ദി ഇലക്ട്രോൺസ് ഇൻ ക്വസ്റ്റ്യൻ ഡോണ്ട് ഷീൽഡ് കേട്ടോ. അപ്പോൾ ഹയർ ഓർബിറ്റൽസ് ഷീൽഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യകത ഇല്ല. വാട്ട് ഈസ് ദ എഫക്റ്റീവ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇസ് എ DFF എക്സ്പീരിയൻസ്ഡ് ബൈ എ 2p ഇലക്ട്രോൺ ഇൻ നൈട്രജൻ ആറ്റം. അപ്പോൾ നൈട്രജൻ ആറ്റത്തിൻ്റെ 2p ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണെന്ന് ഇസഡ് തന്നിട്ടുണ്ട്. ഇസഡ് നൈട്രോജൻ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 1sനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, പിന്നെ അടുത്തത് 2s 2pനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു അല്ലേ. ഇനി 1sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, 2pയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു n കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയാണ്? 0.35 ആണെന്ന് പറഞ്ഞു. n-1 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0.85 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ n എത്ര വാല്യൂ ആയിരിക്കും തരുന്നത്? ഇവിടെ നമ്മൾ 2p ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 2p ഇലക്ട്രോണെ നമ്മൾ കൺസിഡർ ചെയ്തു. ബാക്കി 3 2 5 -1 വരുമ്പോൾ എത്ര വരും? 4 വരും. 4 ഇൻറ്റു എത്രയായിരിക്കും? 0.35 വരും. ഇനി n-1 എന്ന് വരുമ്പോൾ ഇവിടെ n-1ൽ എത്രയുണ്ടാവുള്ളത്? 2 ഇലക്ട്രോൺ ആണുള്ളത്. സോ n-1 ഇൻറ്റു 0.85 എന്ന് പറയുമ്പം n-1ൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണ്. 2 ഇൻറ്റു 0.85 വരും. വാല്യൂ എത്ര വരും? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് വരും. നോക്കിക്കേ, ഇവിടെ നമുക്ക് 4 ഇൻറ്റു 0.35ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4 ആണ് വരുന്നത്. 2 ഇൻറ്റു 0.85ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.7 ആണ് വരുന്നത്. അപ്പോൾ 1.4 പ്ലസ് 1.7 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 3.1. ഇനി നമുക്കത് ഇക്വേഷനകത്ത് കൊടുക്കണം. ZDFF Z മൈനസ് എസ് ആണെന്നുള്ളത്. നമുക്ക് എസിൻ്റെ വാല്യൂ ആണ് 3.1 തന്നിരിക്കുന്നത്, അല്ലെ സിഗ്മയുടെ വാല്യൂ ആണ് 3.1 എന്ന് കിട്ടിയിരിക്കുന്നത്. സോ Z മൈനസ് 3.1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 3.9. ദാറ്റ് ഈസ് ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ 1s2 2s2 2p3 ആണ്. വി ആർ കാൽക്കുലേറ്റിംഗ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ് 2p ഇലക്ട്രോൺ. സോ നമ്മൾ എന്ത് ചെയ്യണം? 4 ഇൻറ്റു 0.35. ഇവിടെ മൊത്തം 5 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷേ 5 ഇലക്ട്രോണത്തിൽ ഒരാളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇവിടെ 2s എന്ന് പറയുന്നത് സെയിം n വാല്യൂ ആണ്. അപ്പോൾ എന്നിലുള്ള മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. അതിനകത്ത് നിന്ന് ഒരാളുടെയാണ് നമ്മൾ ഷീൽഡിങ്, ഒരാളെ വെച്ചിട്ടാണ് ഷീൽഡിങ് കണ്ടുപിടിക്കുന്നത്. സോ 4 ഇൻറ്റു 0.35 വിച്ച് ഈസ് ഈക്വൽ ടു 1.40. അഗെയിൻ ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിന് നമുക്ക് 0.85 ആണ് കോൺട്രിബ്യൂഷൻ. n-1ൻ്റെ കോൺട്രിബ്യൂഷൻ 0.85 ആണ്. അത് 2 കൊടുത്തപ്പോൾ 1.70 കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ ഷീൽഡിങ് വന്നപ്പോൾ 3.10 കിട്ടി. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഈക്വൽ ടു Z മൈനസ് എസ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 3.10 which is equal to 3.90. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഷീൽഡിംഗ് കോൺസ്റ്റൻറ്റ് ഫോർ എ 3p ഇലക്ട്രോൺ ഇൻ സൾഫർ? സൾഫറിൻ്റെ 3p ഇലക്ട്രോൺ ഉള്ള ഷീൽഡിംഗ് കോൺസ്റ്റൻറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. സിഗ്മ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഷീൽഡിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ 3p ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 1s2 2s2 2p6. സൾഫറാണ്, അറ്റോമിക് നമ്പർ 16 ആണ്. 3s2 3p4 വരും. ഓക്കെ, 2 4 10 12 12 4 16. ഓക്കെ, 3p4 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 1sനെ ഗ്രൂപ്പ് ചെയ്യണം, 2sനെ ഗ്രൂപ്പ് ചെയ്യണം, 3sനെ ഗ്രൂപ്പ് ചെയ്യണം. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എന്നിലെ നമ്മളോട് ചോദിച്ചേക്കുന്നത് 3p ഇലക്ട്രോണാണ്. അപ്പോൾ എന്നിൽ മൊത്തം ഉള്ളത് 4 ഇൻറ്റു 6 ഇലക്ട്രോൺ ആണ്. 6 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ കുറയ്ക്കണം. അപ്പോൾ 5 ഇൻറ്റു 0.35 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം n-1ൽ മൊത്തം 6 ഇൻറ്റു 8 ഇലക്ട്രോൺ ഉണ്ട്. 8 ഇൻറ്റു 0.85 കണ്ടുപിടിക്കണം. പിന്നെയുള്ള 1sലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. 2 ഇൻറ്റു 1.00 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും? വാല്യൂസ് നോക്കിക്കേ. എക്സ്പ്ലനേഷൻ നോക്കാം. സൾഫർ കോൺഫിഗറേഷൻ ആദ്യം എഴുതി, അതിനെ ഗ്രൂപ്പ് ചെയ്തു. ഇനി സെയിം ഗ്രൂപ്പ് ആയതുകൊണ്ട് 5 ഇൻറ്റു 0.35 1.75 കിട്ടി. 8 ഇൻറ്റു 0.85 6.80 കിട്ടി. 2 ഇൻറ്റു 1 എന്നതിന് 2 കിട്ടി. എല്ലാത്തിൻ്റെയും കൂടെ സമ്മർദ്ദപ്പോൾ 10.55 കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്ക്രീനിങ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 10.55.
അതാണ് നമ്മുടെ ഉത്തരം. നമുക്കിപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 16 - 10.55 വിച്ച് ഇസ് ഇക്വൽ ടു 5.45 ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ZFF increases across a period, ZFF decreases down a group, ZFF remains constant across a period, ZFF is highest for alkali metals. ഇവിടെ കറക്റ്റ് ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ZFF is increases across a period. നോക്കിക്കേ, across a period electrons are added to the same shell while protons increases in the nucleus. പ്രോട്ടോൺ ഇൻക്രീസ് ചെയ്യും, ഇലക്ട്രോണും ഇൻക്രീസ് ചെയ്യും. പക്ഷേ പ്രോട്ടോൺ എവിടെ ഇൻക്രീസ് ചെയ്യുന്നത്? ന്യൂക്ലിയസിനകത്താണ്. ഇലക്ട്രോൺസ് എന്തെങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ദേ ആർ ആഡഡ് ടു ദി സെയിം ഷെൽ. അപ്പോൾ ഷീൽഡിംഗ് ഡസ് നോട്ട് ഇൻക്രീസസ് സോ മച്ച്. സോ ZFF ഇൻക്രീസസ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ZFF അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. കാരണം പ്രോട്ടോണിൻ്റെ വാല്യൂ അവിടെ കൂടി വരുമല്ലേ, അതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ വാല്യൂ ZFF ഫോർ 2s ഇലക്ട്രോൺസ് ഇൻ ഓക്സിജൻ Z ഈക്വൽ ടു 8 അപ്രോക്സിമേറ്റ്ലി. Z ഈക്വൽ ടു 8 അപ്രോക്സിമേറ്റ്ലി വരുന്ന Z ഈക്വൽ ടു 8 ആണ്. അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് 2s ഇലക്ട്രോണിൻ്റെ ZEFF കണ്ടുപിടിക്കാമല്ലോ. ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഈ 2s ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2s ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എത്ര ഇലക്ട്രോൺ ആണെന്ന് നമുക്ക് നോക്കാം. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 1s2 2s2 2p 4 വരും. 2s 2p നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, 1sനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് 2sലുള്ള ഒരു ഇലക്ട്രോണെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 5 × 0.35 പിന്നെ അതുപോലെ തന്നെ 1sലുള്ളതായതുകൊണ്ട് അത് n-1 ആയതുകൊണ്ട് 2 × 0.85 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഷീൽഡിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് സിഗ്മ കിട്ടും, അല്ലെങ്കിൽ എസ് കിട്ടും. ഈ സിഗ്മ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? ZEFF ഈസ് ഈക്വൽ ടു Z മൈനസ് സിഗ്മ എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 8 മൈനസ് ഈ പറയുന്ന തുക കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, എക്സ്പ്ലനേഷൻ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. ഇലക്ട്രോൺ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ 2s ആണ് നോക്കുന്നത്. സോ ഇവിടെ 2s 2pയിൽ മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ നിന്ന് 5 ഇലക്ട്രോൺ എടുത്തു, 0.35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1.75 കിട്ടി കോൺട്രിബ്യൂഷൻ. ഇന്നർ 1sൽ 2 ഇലക്ട്രോൺ ഉണ്ട്. n-1ൻ്റെ കോൺട്രിബ്യൂഷൻ 0.85 ആണ്. സോ 2 × 0.85 1.70 കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പോൾ എസിൻ്റെ വാല്യൂ കിട്ടി 3.45 എന്ന് കിട്ടി. ZEFF is equal to 8 - 3.45 which is equal to 4.55. But depends on the treatment. അപ്രോക്സിമേറ്റ് ആൻസർ ഈസ് 3.0 ഇഫ് യൂസിങ് സിംപ്ലിഫൈഡ് ഗ്രൂപ്പിംഗ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളിതിനെ എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നതനുസരിച്ച് കിട്ടും ഇവിടുത്തെ വാല്യൂ. ഇപ്പോൾ ആസ് പെർ ദി ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് B ആണ്, 3 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, 3 ആണ് നമുക്ക്, പക്ഷേ കിട്ടേണ്ടത് 4.55 ആയിരിക്കും. ഓക്കെ, ഇനി അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 5. ZEFF അതായത് ന്യൂക്ലിയർ ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ വിച്ച് പീരിയോഡിക് പ്രോപ്പർട്ടി ദ ബെസ്റ്റ്. അപ്പോൾ ഏത് പീരിയോഡിക് പ്രോപ്പർട്ടീനെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ആറ്റോമിക് റേഡിയസ് അല്ലേ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ആറ്റോമിക് റേഡിയസ് കുറയുന്നു. അഗെയിൻ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളിപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിൽ നിന്നുള്ള ഒരു 5 ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ടുണ്ട്. അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമ്മളൊരു 15 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. അടുത്ത നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. ഡയഗണൽ റിലേഷൻഷിപ്പിൽ നിന്ന് 2018 HSA ഫിസിക്കൽ സയൻസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നമുക്കൊന്ന് കവറപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്രഷ് അപ്പ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 1 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് പെയർസ് എക്സിബിറ്റ് എ ഡയഗണൽ റിലേഷൻഷിപ്പ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് പെയറാണ് ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? ഓപ്ഷൻ എ ലിഥിയം സോഡിയം, ഓപ്ഷൻ ബി ബെറിലിയം മഗ്നീഷ്യം, ഓപ്ഷൻ സി ബോറോൺ സിലിക്കൺ, ഓപ്ഷൻ ഡി സോഡിയം പൊട്ടാസ്യം. നമുക്കറിയാം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഡയഗണലി കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ലിഥിയത്തിൻ്റെ തൊട്ട് താഴെയാണ് സോഡിയം ഉള്ളത്. അതുകൊണ്ട് തന്നെ ലിഥിയം സോഡിയം എന്ന് പറയുന്ന പെയർ ഡയഗണലി കണക്റ്റഡ് അല്ല. ബെറിലിയത്തിൻ്റെ തൊട്ട് താഴെയാണ് മഗ്നീഷ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ബെറിലിയം മഗ്നീഷ്യം എന്ന് പറയുന്ന ഡയഗണലി കണക്റ്റഡ് അല്ല. സോഡിയത്തിൻ്റെ തൊട്ട് താഴെയാണ് പൊട്ടാസ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ സോഡിയവും പൊട്ടാസ്യവും ഡയഗണലി കണക്റ്റഡ് അല്ല. പിന്നെയോ
ബോറോൺ വിച്ച് ഈസ് ഹാവിങ് അറ്റോമിക് നമ്പർ 5 ആൻഡ് ബോറോണിൻ്റെ താഴെ അലുമിനിയം ആണ് വരുന്നത്. ബോറോൺ കഴിഞ്ഞ് കാർബൺ ആണ് വരുന്നത് വിച്ച് ഈസ് അറ്റോമിക് നമ്പർ 6. ഈ കാർബണിൻ്റെ തൊട്ട് താഴെയാണ് സിലിക്കൺ വരുന്നത്. സോ ദിസ് ബോറോണും ഈ സിലിക്കണും തമ്മിൽ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഇവിടെ ഏത് പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? ബോറോണും സിലിക്കണുമാണ്. ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡയഗണൽ റിലേഷൻഷിപ്പ് പ്രൈമറിലി ഡ്യൂ ടു. ഡയഗണൽ റിലേഷൻഷിപ്പിന് കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിമിലർ അറ്റോമിക് നമ്പർ, ഓപ്ഷൻ ബി സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓപ്ഷൻ സി സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ചാർജ് ഡെൻസിറ്റി, ഓപ്ഷൻ ഡി ഈക്വൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഇവിടെ സിമിലർ അറ്റോമിക് നമ്പർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, അല്ലെങ്കിൽ അത് ഐസോടോപ്പ് ആയിരിക്കണം. സിമിലർ അറ്റോമിക് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐസോടോപ്പ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവിടെ ആ ഒരു സംഗതി പറ്റത്തില്ല. സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ, സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മീൻസ് നമുക്ക് സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാം. അടുത്ത സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് ഈസ് മേ ബി ബിക്കോസ് ഓഫ് ദി ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇനി ഈക്വൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് മീൻസ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഇൻ സെയിം ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സിമിലർ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ചാർജ് ഡെൻസിറ്റി ആണ്. എലമെന്റ്സ് ദാറ്റ് എക്സിബിറ്റ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഹാവ് സിമിലർ സൈസസ്, പോളറൈസിങ് പവർ സിമിലർ സൈസ് ആയിരിക്കും, പോളറൈസിങ് പവർ ആയിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും സെയിം ആയിരിക്കും, റിസൾട്ടിങ് ഇൻ കമ്പയറബിൾ കെമിക്കൽ ബിഹേവിയർ. അവർക്ക് ഒരേപോലെയുള്ള കെമിക്കൽ ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക ആർക്ക്? ഡയഗണൽ എലമെൻറ്റ്സിന്. ഇനി മൂന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെയർ ഷോയിങ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാത്ത പെയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലിഥിയം അറ്റോമിക് നമ്പർ 13 ആണ്, മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ ലിഥിയത്തിൻ്റെ തൊട്ട് താഴെ സോഡിയം ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടും ഡയഗണലി കണക്റ്റഡ് ആണ്. ബെർലിയം അറ്റോമിക് നമ്പർ 4 ആണ്. ബെർലിയം കഴിഞ്ഞാൽ ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ്. ബോറോണിൻ്റെ തൊട്ട് താഴെയാണ് അലുമിനിയം അറ്റോമിക് നമ്പർ 13 ഉള്ളത്. സോ ഇവർ രണ്ടും ഡയഗണലി കണക്റ്റഡ് ആണ്. ഇനി അടുത്തത് ബോറോണും സിലിക്കണും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഡയഗണലി കണക്റ്റഡ് ആണ്. പിന്നെയുള്ളത് ഏതാ? സോഡിയം അറ്റോമിക് നമ്പർ 11 ആൻഡ് മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഇവർ ഡയഗണലി അല്ല, ഇവർ ഹൊറിസോണ്ടലി ആണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. സോ സോഡിയം ആൻഡ് മഗ്നീഷ്യം ആർ ഇൻ ദ സെയിം പീരിയഡ്, നോട്ട് ഡയഗണൽ ടു ഈച്ച് അതർ ഇൻ ദ പീരിയോഡിക് ടേബിൾ വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ സോഡിയം മഗ്നീഷ്യമാണ് ആൻസർ എന്ന് പറയുന്നത്. മൂവിങ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 4. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ സിമിലർ ഫോർ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? അപ്പോൾ ലിഥിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 3 ആണ്. അറ്റോമിക് നമ്പർ 4 എന്ന് പറയുന്നത് ബെർലിയം ആണ്. ബെർലിയത്തിൻ്റെ താഴെയാണ് നമ്മുടെ മഗ്നീഷ്യം ഉള്ളത്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഇവർ രണ്ടുപേരും ഡയഗണലി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് താഴെ പറയുന്നതിൽ ഏത് പ്രോപ്പർട്ടിയാണ് രണ്ടു പേർക്കും ഒരേപോലെ ഉള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് സ്റ്റേബിൾ കാർബണേറ്റ്സ്, ഓപ്ഷൻ ബി ഫോർമേഷൻ ഓഫ് നൈട്രേറ്റ്സ്, ഓപ്ഷൻ സി ഫോർമേഷൻ ഓഫ് സൂപ്പർ ഓക്സൈഡ്സ്, ഓപ്ഷൻ ഡി ഹൈ സോലുബിലിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫോർമേഷൻ ഓഫ് നൈട്രേറ്റ്സ് ആണ്. ബോത്ത് ലിഥിയം ആൻഡ് മഗ്നീഷ്യം ക്യാൻ ഫോം നൈട്രേറ്റ്സ് ഡയറക്ട്ലി ബൈ ഹീറ്റിംഗ് ഇൻ നൈട്രജൻ ഗ്യാസ് അൺലൈക്ക് അതർ ആൽക്കലി മെറ്റൽസ്. ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനെ പോലെയല്ല, ലിഥിയത്തിനും മഗ്നീഷ്യത്തിനും ഡയറക്റ്റ് ആയിട്ട് നൈട്രജനുമായിട്ട് ഹീറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് നൈട്രേറ്റ്സ് ഫോം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, again moving to question number 5. Which property is similar in beryllium and aluminum due to diagonal relationship? ബെറിലിയത്തിലും അലുമിനിയത്തിലും കോമൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതാണ്? ഡ്യൂ ടു ഡയഗണലി കണക്റ്റഡ് ആയത് എങ്ങനെയാണെന്നാണ്. ഓപ്ഷൻ എ ആംഫോട്രിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്, ഓപ്ഷൻ ബി ഫോർമേഷൻ ഓഫ് ബേസിക് ഹൈഡ്രോക്സൈഡ്സ്, ഓപ്ഷൻ സി ഹൈ അറ്റോമിക് റേഡിയൈ, ഓപ്ഷൻ ഡി പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽ. അപ്പോൾ ബെറിലിയവും അലുമിനിയവും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആംഫോട്രിക് ഓക്സൈഡ്സ് ആയിരിക്കും. ബെറിലിയം ഓക്സൈഡും അതുപോലെ തന്നെ അലുമിനിയം ഓക്സൈഡും ആംഫോട്രിക് ഓക്സൈഡാണ്. അതാണ് നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ബോത്ത് BeO ആൻഡ് Al2O3 ആർ ആംഫോട്രിക്. ദേ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസ്. ആംഫോട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം, വിച്ച് പെയർ ഓഫ് എലമെൻറ്റ് ഷോ സിമിലാരിറ്റി ഡ്യൂ ടു ഡയഗണൽ റിലേഷൻഷിപ്പ് ആൻഡ് ബോത്ത് ഫോം കോവലൻ്റ് കോമ്പൗണ്ട്. സിമിലാരിറ്റി ഉണ്ട്, കാരണം ഡയഗണൽ റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ അവർ രണ്ടുപേരും കോവലൻ്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഓപ്ഷൻ എ ബോറോൺ ആൻഡ് സിലിക്കൺ, ഓപ്ഷൻ ബി ലിഥിയം ആൻഡ് പൊട്ടാസ്യം, ഓപ്ഷൻ സി സോഡിയം ആൻഡ് കാൽസ്യം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം ആൻഡ് സ്ട്രോൺഷ്യം. അപ്പോൾ ഇവിടെ ബോറോൺ ആൻഡ് സിലിക്കൺ എന്ന് പറയുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്, സിലിക്കൻ്റെ അറ്റോമിക് നമ്പർ 16 ആണ്, ഡയഗണലി കണക്റ്റഡ് ആണ്. ലിഥിയം പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ ലിഥിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 3 ആണ്, പൊട്ടാസ്യം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 19 ആണ്. ഇവർ രണ്ടുപേരും സെയിം ഗ്രൂപ്പിലാണ്. ഇത് ഡയഗണലി കണക്റ്റഡ് അല്ല.
അഗെയിൻ സോഡിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 11 ആണ്. കാൽസ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ താരം വരുന്നത്, അതായത് സോഡിയം പൊട്ടാസ്യം കഴിഞ്ഞിട്ട് വരുന്നതാണ് കാൽസ്യം എന്ന് പറയുന്നത് 20. ദർ ഈസ് എ ചാൻസ്, ബട്ട് ഇവർ ഡയഗണലി റിലേറ്റഡ് അല്ല. സോ വിച്ച് പെയർ ഓഫ് എലമെൻറ്റ് ഷോ സിമിലാരിറ്റി ഡ്യൂ ടു ഡയഗണൽ റിലേഷൻഷിപ്പ് ആൻഡ് both form covalent bond? ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ബോറോൺ ആൻഡ് സിലിക്കൺ ആണ്. ബോറോണും സിലിക്കണും ഫോംസ് പ്രിഡോമിനൻ്റ്ലി കോവലൻ്റ് കോമ്പൗണ്ട്സ് സച്ച് ആസ് BCl3 ആൻഡ് SiCl4. കാർബണിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് സിലിക്കൺ എന്ന് പറയുന്നത്. കാർബണിന് കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ് ഈ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് സിലിക്കൺ ഉണ്ട്, സിലിക്കണ് സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, വിച്ച് മീൻസ് അത് കോവലൻ്റ് ക്യാരക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോറോണും കോവലൻ്റ് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഡയഗണലി റിലേറ്റഡ് ആണ്. ഏഴാമത്തെ ചോദ്യം, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ലിഥിയം ഈസ് നോട്ട് ഷെയർഡ് ബൈ അതർ ആൽക്കലി മെറ്റൽസ് ബട്ട് ഈസ് ഷെയർഡ് ബൈ മഗ്നീഷ്യം? ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ് ബാക്കിയുള്ളവരുമായിട്ട് ഡയഗണലി ലിഥിയം എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് ലിഥിയം എങ്ങനെയാണ് മഗ്നീഷ്യവും മാത്രമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്, മഗ്നീഷ്യവുമായിട്ട് മാത്രം കണക്റ്റ് ആയിരിക്കുന്നത്? ഓപ്ഷൻ എ ലാർജ് അയണിക് റേഡിയസ്, ഓപ്ഷൻ ബി ഫോർമേഷൻ ഓഫ് പെറോക്സൈഡ്സ്, ഓപ്ഷൻ സി ലോ മെൽറ്റിംഗ് പോയിന്റ്, ഓപ്ഷൻ ഡി ലോ സോല്യൂബിലിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ലോ സോല്യൂബിലിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ് എന്നുള്ളതാണ്. ലിഥിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനും സോല്യൂബിലിറ്റി വളരെ കുറവാണ്. LiOH ഈസ് ലെസ് സോല്യൂബിൾ ആൻഡ് മോർ തെർമലി സ്റ്റേബിൾ ലൈക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡ്യൂ ടു ഹയർ ലാറ്റിസ് എനർജി. അതിന് കാരണം അവരുടെ ഹയർ ലാറ്റിസ് എനർജിയാണ്. Again, question number 8. Which of the following best supports the diagonal relationship between beryllium and aluminum? ബെറിലിയവും അലുമിനിയം തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പിനെ ബെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ താഴെ പറയുന്നതിൽ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ, they both form insoluble nitrates. Option B, they have the same atomic radius. ഓപ്ഷൻ ബി, ബോത്ത് ഫോം കോവലൻ്റ് ഹാലൈറ്റ്സ് ആൻഡ് അഫോണ്ടറിക് ഓക്സൈഡ്സ്. അത് നമ്മൾ നേരത്തെ പഠിച്ചത് അഫോണ്ടറിക് ഓക്സൈഡ്സ് ആണ്. ബോത്ത് ഓഫ് ഫുൾ എസ് ഓർബിറ്റൽ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ബെറിലിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്, ഫുൾ എസ് ഓർബിറ്റൽ ആണ്, കറക്റ്റ് ആണ്. പക്ഷേ അലുമിനിയം അറ്റോമിക് നമ്പർ 13 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 1s2 2s2 2p6 3s2 3p1 വരും അവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ളി ഫിൽഡ് എസ് ഓർബിറ്റ്, ദേ ബോത്ത് ഹാവ് ഫുൾ എസ് ഓർബിറ്റൽസ്. അത് രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് രണ്ടെണ്ണത്തിനും ഫുൾ എസ് ഓർബിറ്റൽസ് രണ്ടും ഫുള്ളാണ്. പക്ഷേ ഇവിടെ ആസ് പെർ ദ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ബെസ്റ്റ് സപ്പോർട്ട്സ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ ബോത്ത് ഫോം കോവലൻ്റ് ഹാലൈറ്റ്സ്, രണ്ടും കോവലൻ്റ് ഹാലൈറ്റ്സ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ആംഫോഡറിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുമെന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ. BCl2 and AlCl3 are covalent. BO and Al2O3 are amphoteric, showing their diagonal relationship. Okay. Again, moving to question number 9, which is the correct statement regarding diagonal relationship? Diagonal relationship കുറിച്ചുള്ള അതായത് ശരിയായ പ്രസ്താവന ഏത്? Option 8 is observed only in transition elements. Option B, it is due to equal number of protons. Option C, it is observed in third and fourth periods. Option D, it arises from similar charge density and size. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. സിമിലർ ചാർജ് ഡെൻസിറ്റിയും അതുപോലെ തന്നെ സൈസും ആയിരിക്കും ഡയഗണൽ റിലേഷൻഷിപ്പിന് കാരണം. സോ ഡയഗണൽ റിലേഷൻഷിപ്പ് സ്റ്റെംസ് ഫ്രം സിമിലാരിറ്റീസ് ഇൻ അയണിക് റേഡിയസ് ആൻഡ് പോളറൈസിങ് പവർ. ഓക്കെ, അങ്ങനെ ഈ ഒരു ഏരിയയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദ കാർബണേറ്റ് ഓഫ് വിച്ച് എലമെൻറ്റ് ഈസ് ലെസ് സോല്യൂബിൾ സിമിലർ ടു ഇറ്റ്സ് ഡയഗണൽ കൗണ്ടർ പാർട്ട്? അപ്പോൾ ഡയഗണൽ കൗണ്ടർ പാർട്ടിനെ പോലെ, അത് ഡയഗണലി മറ്റേ ഒരു എലമെൻറ്റിനെ പോലെ കാർബണേറ്റ് ഓഫ് വിച്ച് എലമെൻറ്റ് ഈസ് ലെസ് സോല്യൂബിൾ? അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ ലിഥിയമാണ്. ലിഥിയം കാർബണേറ്റ് ലെസ് സോല്യൂബിൾ ആണ്, ലൈക്ക് magnesium carbonate. അപ്പോൾ like magnesium carbonate, lithium carbonate is thermally unstable and poorly soluble in water unlike Na2CO3 or K2CO3. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും പ്രിപ്പറേഷനെ കുറിച്ചും പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് എ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഗ്രൂപ്പ് അല്ല എസ് ബ്ലോക്ക് എലമെൻസും അതുപോലെ തന്നെ പി ബ്ലോക്ക് എലമെൻസും ടുഗദർ നമുക്ക് വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്കിലുള്ള എലമെൻസും പി ബ്ലോക്കിലുള്ള എലമെൻസും ഏതാണ്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻ്റ് ആണ്. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോഡിയം, ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി സൾഫർ, ഓപ്ഷൻ ഡി അയൺ. അയൺ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കാരണം അയൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. അതായത് ഡി ബ്ലോക്കിലുള്ള എലമെൻ്റ് ആണ് അയൺ എന്ന് പറയുന്നത്. അതൊരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെൻ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The solubility of group 1 metal hydroxides increases down the group. താഴത്തേക്ക് പോകുന്തോറും ഗ്രൂപ്പ് 1 മെറ്റൽ ഹൈഡ്രോക്സൈഡ്സിൻ്റെ സോലിബിലിറ്റി കൂടുന്നു. കാരണം എന്ത്? ഓപ്ഷൻ എ ഡിക്രീസ് ഇൻ ലാറ്റിസ് എനർജി, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ ലാറ്റിസ് എനർജി, ഓപ്ഷൻ സി ഡിക്രീസ് ഇൻ ഹൈഡ്രേഷൻ എനർജി, ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ അയനൈസേഷൻ എനർജി. അപ്പോൾ ഇവിടെ താഴത്തേക്ക് പോകുന്തോറും ഗ്രൂപ്പ് 1 ആണ്. നമുക്ക് ലിത്തിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. ഓക്കെ, അത്രയും മതി. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് താഴത്തേക്ക് പോകുന്തോറും ലാറ്റിസ് എനർജി കുറയും. അതുകൊണ്ട് അവരുടെ സോലിബിലിറ്റി കൂടും. Decrease in lattice energy will be the correct answer. Down the group, cation size increases, weakening the ionic lattice and enhancing the solubility. മൂന്നാമത്തെ ചോദ്യം, which of the following is the correct order of basicity of oxides? അപ്പോൾ കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് ഓക്സൈഡ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അല്ല, സോഡിയം ഓക്സൈഡ് ഉണ്ട്, മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്, അലുമിനിയം ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് when we are dissolving it in water it will be acidic in nature. അസിഡിക് ആയിട്ട് മാറും. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അത് അസിഡിക് ആവും. അപ്പോൾ നമുക്കറിയാം മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് അത് ആസിഡാണെങ്കിൽ കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ ആണ്. സോ മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഓക്കെ, മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആണ്. ഇവിടെ നമുക്ക് മെറ്റലിൻ്റെ തൊട്ട് മുന്നേ അല്ല, മഗ്നീഷ്യത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതാണ് Na2O, അതിൻ്റെ തൊട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് അലുമിനിയം Al2O3 എന്ന് പറയുന്നത്. അപ്പോൾ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വാട്ട് ഹാപ്പൻസ്? അസിഡിറ്റി ഇൻക്രീസസ് അല്ലെങ്കിൽ ബേസിസിറ്റി ഡിക്രീസസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോഡിയം ഓക്സൈഡിനാണ് ഏറ്റവും കൂടുതൽ ബേസിസിറ്റി. അത് കഴിഞ്ഞാൽ പിന്നെ മഗ്നീഷ്യം ഓക്സൈഡിന്, അത് കഴിഞ്ഞാൽ പിന്നെ അലുമിനിയം ഓക്സൈഡിന്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഗ്രൂപ്പ് 1 is the most basic. Aluminum oxide is amphoteric. Basicity decreases with the increasing nuclear charge and covalent character. അപ്പം കോവലൻ്റ് ക്യാരക്ടർ കൂടുമ്പോഴും ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോഴും ബേസിസിറ്റി കുറയുന്നു. നമ്മൾ ബെസ്റ്റായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് കാർബോണിക് ആസിഡാണ് H2CO3. അതെങ്ങനെയാണ്? കാർബൺ ഡയോക്സൈഡിൽ നിന്നാണ് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നത്. നമ്മുടെ സ്പ്രൈറ്റ്, കൊക്കക്കോള, സോഡ തുടങ്ങിയതൊക്കെ ഓർത്താൽ മതി. ഇതെല്ലാം കാർബോണിക് ആസിഡാണ്. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അസിഡിക് ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചറിന് അവിടെ നിന്ന് തന്നെ കിട്ടും. Moving to the next question, which representative element form a polymeric hydride? Polymeric hydride ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ എ ലിത്തിയം, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി കാർബൺ, ഓപ്ഷൻ ഡി നൈട്രജൻ. ഇവിടെ കറക്റ്റ് ആൻസർ ബോറോൺ ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ, ബോറോൺ ഫോംസ് പോളിമെറിക് ഹൈഡ്രൈഡ്സ്. നമുക്കറിയാം B2H6 അല്ലേ? B2H6ൽ എന്തുണ്ട്? ബനാന ബോണ്ട് ഉണ്ട്. പഠിച്ചായിരുന്നോ? B2H6 പഠിച്ചല്ലോ. അപ്പോൾ ഈ B2H6 എന്ന് പറയുന്നത് ഇങ്ങനെ പോളിമെറിക് ഫോംസ് ഉണ്ടാക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് element ആണ് ബോറോൺ എന്ന് പറയുന്നത്. ലൈക്ക് B2H6 ഇൻവോൾവിങ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ പൈ ബോണ്ട്. ഓക്കെ, സോറി 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. അപ്പോൾ ഇവിടെ പോളിമെറിക് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നത് ബോറോൺ ആണ്. ഓക്കെ, അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 5, which of the following halides of group 14 is covalent and exists as a discrete molecule? ഒരു ഡിസ്ക്രീറ്റ് മോളിക്യൂൾ മീൻസ് അവർ തന്നെ നിൽക്കുന്ന മോളിക്യൂളാണ്. ഗ്രൂപ്പ് 14 ആണ്, കോവലൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹാലൈഡ് ആണെന്നും തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ടിൻ ക്ലോറൈഡ്, ഓപ്ഷൻ ബി ലെഡ് ക്ലോറൈഡ്, ഓപ്ഷൻ സി കാർബൺ ടെട്രാക്ലോറൈഡ്, ഓപ്ഷൻ ഡി സിലിക്കൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞു ഗ്രൂപ്പ് 14 ആണ്. ഗ്രൂപ്പ് 14 മെമ്പേഴ്സിനെ ആദ്യം നോക്കാം. ഓക്സിജൻ, ഗ്രൂപ്പ് 14 എന്ന് പറയുമ്പോൾ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ലെഡ് ഉണ്ട്, ടിന്നുണ്ട്, കാർബണും ഉണ്ട്, സിലിക്കണും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം ഗ്രൂപ്പ് 14 മെറ്റൽസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്നാ? കോവലൻ്റ് ആൻഡ് കോവലൻ്റ് മോളിക്യൂൾ ആണ്. അപ്പോൾ ഇതെല്ലാം കോവലൻ്റ് മോളിക്യൂൾ ഫോം ചെയ്യുന്ന മ്യൂച്വൽ ഷെയറിങ് വഴിയിട്ടായിരിക്കും ഇവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്.
ഇനി എക്സിസ്റ്റ് ആസ് എ ഡിസ്ക്രീറ്റ് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതേതാണ് CCl4 ആണ്. CCl4 ഈസ് എ ഡിസ്ക്രീറ്റ് കോവലൻ്റ് മോളിക്യൂൾ. CCl4 എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് കോവലൻ്റ് മോളിക്യൂളാണ്. ടിൻ ടെട്രാക്ലോറൈഡ് ആൻഡ് സിലിക്കൺ ടെട്രാക്ലോറൈഡ് ആർ ഓൾസോ കോവലൻറ്റ്, പക്ഷേ അത് ഡിസ്ക്രീറ്റ് അല്ല. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ട് നിൽക്കും. ലെഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത് ലാർജ്ലി അയോണിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ കാര്യം മറക്കരുത്, അവർ ഡിസ്ക്രീറ്റ് കോവലൻ്റ് മോളിക്യൂളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആംഫോട്ടറിക്? താഴെ തന്നിരിക്കുന്നതിൽ ആംഫോട്ടറിക്, അതായത് ആസിഡുമായിട്ടും ബേസായിട്ടും അത് പ്രവർത്തിക്കും. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആൽക്കലിയാണ്, സ്ട്രോങ് ആൽക്കലിയാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നതും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ഇത് പക്ഷേ ഇതൊരു ബേസ് ആണ്, ഇതും ഒരു ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും കാണിക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇറ്റ് വിൽ ആക്ട് as both acid and base. It will react with both acids and bases, a property of amphoteric hydroxides. അപ്പോൾ amphoteric hydroxide എക്സാമ്പിൾ ആണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements about group 2 elements is true? Group 2 elementനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, they form colorless ions with +1 oxidation state. Their oxides are acidic. Option C, their hydroxides becomes more soluble down the group. Option D, their carbonates are highly soluble in water. അപ്പോൾ ഇവിടെ they form colorless ions with +1 oxidation state. They form colorless ions with +1 oxidation state എന്ന് പറയുമ്പോൾ ശരിയാണോ? അല്ല, തെറ്റാണ്. ഓപ്ഷൻ ബി, ദെയർ ഓക്സൈഡ്സ് ആർ അസിഡിക്, അതും തെറ്റാണ്. ഓപ്ഷൻ സി, ദെയർ ഹൈഡ്രോക്സൈഡ്സ് ബിക്കംസ് മോർ സോല്യൂബിൾ ഡൗൺ ദി ഗ്രൂപ്പ്. കറക്റ്റ് ആൻസർ. താഴത്തേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? കാറ്റോണിൻ്റെ ചാർജ് കൂടും, അതുകൊണ്ട് തന്നെ ലാറ്റിസ് എനർജി കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ദേ വിൽ ബിക്കം മോർ സോല്യൂബിൾ ഡൗൺ ദി ഗ്രൂപ്പ്. കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെറോക്സൈഡ്? താഴെ തന്നിരിക്കുന്നതിൽ പെറോക്സൈഡ് ഏതാണ്? Na2O, ഓപ്ഷൻ എ Na2O, ഓപ്ഷൻ ബി BaO2, ഓപ്ഷൻ സി MgO, ഓപ്ഷൻ ഡി K2O. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി BaO2 ആണ്. BaO2 contains O2 ion, a hallmark of peroxides. Peroxides എന്ന് പറയുമ്പോൾ O2 വേണം. O2 നമ്മൾ പെറോക്സൈഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ BaO2 വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഇനി 9ാമത്തെ ചോദ്യം, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. പി ബ്ലോക്കിൽ എന്തൊക്കെയാണുള്ളത്? NSഉം ഉണ്ട്, NPയും ഉണ്ട് അല്ലേ? അപ്പോൾ NS2, NP 1 to 6, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി വിൽ ബി ദി കറക്റ്റ് ആൻസർ ഫോർ ദി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. നമുക്കിനി 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? നമുക്കിപ്പം HSA മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുമോ ഇല്ലെന്ന് അറിയത്തില്ല, നോക്കാം. എലമെൻറ്റ് കോമ്പൗണ്ട്, നേച്ചർ ഓഫ് കോമ്പൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ കറക്റ്റ്ലി മാച്ച് ചെയ്താണ്. ബോറോൺ BF3 ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, കാർബൺ CH4 അയണിക്, അലുമിനിയം Al2O3 ബേസിക്, സോഡിയം ക്ലോറൈഡ് കോവലൻ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ്, അത് അയണിക് ആണെന്നറിയാം. CH4 എന്ന് പറയുന്നത് കോവലൻ്റ് ആണ്. Al2O3 BF3 എന്നുള്ളത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ Al2O3 ക്യാൻ ബി ആക്ട് as both basic as well as base as well as ion. നോക്കാം, ഉത്തരം നോക്കാം. BF3 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചോദ്യം ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണെന്ന ചോദ്യം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ബോറോൺ BF3 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. BF3 ഹാസ് ഓൺലി 6 ഇലക്ട്രോൺസ് അറൗണ്ട് ബോറോൺ ആൻഡ് മേക്കിംഗ് ഇറ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. അപ്പോൾ ബോറോൺ BF3ൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ബോറോൺ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പം 1s2 2s2 2p1 ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ നമുക്ക് വാലൻസ് ഷെൽ എടുക്കുമ്പോൾ 2s2 2p1 മൊത്തത്തിൽ എടുക്കണം. 2s2 2p1 നമുക്ക് 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ബോറോണിന് ചുറ്റും നമുക്ക് 3 ഇലക്ട്രോൺ വരച്ചു വെച്ചാൽ ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് ബോറോൺ എന്ന് പറയുന്നത്. ഇനി ഈ ബോറോൺ എന്ത് ചെയ്യും? ഇൻ ഓർഡർ ടു അറ്റൈൻ ദി കോൺഫിഗറേഷൻ എന്നാ ചെയ്യും? 3 ഫ്ലൂറിൻ ആറ്റവുമായിട്ട് ജോയിൻ ചെയ്യും. നമുക്കറിയാം ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ബോറോണിന് ചുറ്റും ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 4 6 ഇലക്ട്രോൺ. ഇപ്പോഴും 6 ഇലക്ട്രോണേ ആയിട്ടുള്ളൂ. 8 ഇലക്ട്രോൺ ആയാൽ മാത്രമേ അത് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ 6 ഇലക്ട്രോണേ ഉള്ളൂ. സോ ബോറോൺ ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. BF3 ബോറോൺ അല്ല, BF3 ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. ഓക്കെ,
വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് oxide is amphoteric in nature? ഇതിനകത്ത് Al2O3 ആണ് amphoteric in nature. It will react with both with acids as well as bases. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The hydrates of which group 13 element is known for its electron deficient nature? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഗ്രൂപ്പ് 13 എലമെൻ്റ് ആണ് ബോറോൺ. ബോറോണിന് ഫോം ചെയ്യുന്ന ഡൈബറൈൻ വിച്ച് ലാക്സ് ഇനഫ് ഇലക്ട്രോൺസ് ഫോർ കൺവെൻഷണൽ ബോൺസ്, ഹെൻസ് കോൾഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ് എന്നറിയപ്പെടുന്നത് BF3 ആണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് അയണിക് ക്യാരക്ടർ? ഹയസ്റ്റ് അയണിക് ക്യാരക്ടർ ഉള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ലിത്തിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ സി KCl, ഓപ്ഷൻ ഡി CaCl സീഷ്യം ക്ലോറൈഡ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലിത്തിയം, പിന്നെ സോഡിയം, പിന്നെ പൊട്ടാസ്യം, പിന്നെ സീഷ്യം, ഇങ്ങനെയാണ് അതിൻ്റെ സൈസ് പോകുന്നത്. അപ്പോൾ താഴത്തേക്ക് പോകുന്നതോറും സൈസ് കൂടി കൂടി വരുവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അയോൺസ് ആവാനായിട്ടുള്ള ടെൻഡൻസി കൂടുതൽ ഇവിടെ ആയിരിക്കും, താഴെയായിരിക്കും. അയണിക് ക്യാരക്ടർ ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആൻഡ് ഇൻക്രീസിങ് കാറ്റയോൺ സൈസ്. കാറ്റയോണിൻ്റെ സൈസ് കൂടുമ്പോൾ അയണിക് ക്യാരക്ടർ കൂടും. സോ സീഷ്യം പ്ലസ് ഈസ് മോർ അയണിക് ദാൻ Na+, അല്ലേ, അല്ലെങ്കിൽ ലിത്തിയം പ്ലസ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സീഷ്യം ക്ലോറൈഡ് വിൽ ബി the highest ionic character ഉള്ള leading to more ionic character in CaCl. അപ്പോൾ CS പ്ലസ് ആണ് ഇവിടുത്തെ ലാർജർ കാറ്റയോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് it will form the more ionic character with the CaCl. Cesium chloride. ഇനി again question number 4, which representative element shows +1 oxidation state due to their inert pair effect? താഴത്തേക്ക് പോകുന്തോറും മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ്, താഴത്തേക്ക് പോകുന്തോറും inability to participate in chemical bonding, മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്, താഴത്തെ നിന്ന് മുകളിലേക്ക് പോകും, മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോഴേക്കും ഇനേർട്ട്നെസ് അല്ലെങ്കിൽ ഇന്നബിലിറ്റി ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ്, ആ ഒരു ഇനേർട്ട്നെസ് കാണിക്കുന്നതിനാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിലെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം. അതേതാണെന്ന ചോദ്യം. കറക്റ്റ് ആൻസർ താലിയമാണ്. ഇനേർട്ട് പെയർ എഫക്റ്റ് ഈസ് കോമൺ ഇൻ ഹെവിയർ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് ഹെവിയർ പി ബ്ലോക്ക് എലമെൻറ്റ്സിലാണ്. താലിയം പ്രിഫേഴ്സ് +1 ഓക്സിഡേഷൻ ഡ്യൂ ടു റിലക്റ്റൻസ് ഓഫ് 6s ഇലക്ട്രോൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ്. അപ്പം താഴത്തേക്ക് വരുന്നുള്ളത് ഇത് വലിയ ആറ്റങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുന്നുള്ളൂ. അവർ എന്താണ് ബാക്കിയുള്ള ഇലക്ട്രോൺസ്, അതായത് ഇനേർട്ട്നെസ് കാണിക്കുക, ആ ഒരു S ഇലക്ട്രോൺ അല്ലെങ്കിൽ S ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് അവർ അനങ്ങാതെ തന്നെ നിൽക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ അനോമലസ് ബിഹേവിയർ ഓഫ് ലിത്തിയം കമ്പയർഡ് ടു അതർ ആൽക്കലി മെറ്റൽ ഈസ് ഡ്യൂ ടു. അപ്പം ലിത്തിയത്തിന് നമ്മുടെ ബാക്കിയുള്ള സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും റുബീഡിയത്തിനെയും സീഷ്യത്തിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഹൈ മെറ്റാലിക് ക്യാരക്ടർ, ഓപ്ഷൻ ബി സ്മോൾ സൈസ് ആൻഡ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ഓപ്ഷൻ സി ഗ്രേറ്റർ അറ്റോമിക് മാസ്, ഓപ്ഷൻ ഡി പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്മോൾ സൈസ്. ലിത്തിയം എന്ന് പറയുന്നത് ബീങ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഇൻ എ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് വെരി സ്മോൾ ഇൻ സൈസ് ആൻഡ് ഹാവ് ഹൈ അയനൈസേഷൻ എൻതാൽപ്പി. വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോണെ മൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഗിവ് മോർ എനർജി, അതായത് ഹൈ അയനൈസേഷൻ എനർജി ആയിരിക്കും. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ലിത്തിയം ഷോസ് എക്സെപ്ഷണൽ ബിഹേവിയർ ഫ്രം അതർ എലമെൻറ്റ്സ്. ഓക്കെ, ആറാമത്തെ ചോദ്യം നോക്കാം. വിച്ച് കോമ്പൗണ്ട് എമംഗ് ദി ഫോളോയിങ് ഈസ് നോൺ ടു ബി തെർമലി അൺസ്റ്റേബിൾ? തെർമലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ് ഇതിനകത്തുനിന്നാണ്? സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, ലിത്തിയം കാർബണേറ്റ്, റുബീനിയം കാർബണേറ്റ്. ഇവിടെ ലിത്തിയം കാർബണേറ്റ് എന്ന് പറയുന്നത് തെർമലി അൺസ്റ്റേബിൾ ആണ് ഡ്യൂ ടു Li+ ഈസ് ഹൈലി പോളറൈസിങ്. ഇറ്റ് ഡീസ്റ്റെബിലൈസസ് ദ കാർബണേറ്റ് അയോൺ ലീഡിങ് ടു ഈസി ഡികമ്പോസിഷൻ ഇൻ ടു Li2O ആൻഡ് CO2 ഓൺ ഹീറ്റിംഗ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്. വിച്ച് ഹാലൈഡ് ഓഫ് സിലിക്കൺ ഈസ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് സിലിക്കോൺസ്? സിലിക്കോൺസിൻ്റെ സിന്തസൈസിന് യൂസ് ചെയ്യുന്ന ഹാലൈഡ് ഏതാണ്? ഓപ്ഷൻ എ സിലിക്കൺ ക്ലോറൈഡ്, ഓപ്ഷൻ ബി സിലിക്കൺ ഫ്ലൂറൈഡ്, ഓപ്ഷൻ സി സിലിക്കൺ ഹൈഡ്രൈഡ്, ഓപ്ഷൻ ഡി സിലിക്കൺ ബ്രോമൈഡ്. ഇവിടെ കറക്റ്റ് ആൻസർ സിലിക്കൺ ടെട്രാക്ലോറൈഡ് ആണ്. സിലിക്കൺ ടെട്രാക്ലോറൈഡ് ഈസ് ഹൈഡ്രോളൈസ്ഡ് ടു പ്രൊഡ്യൂസ് സിലനോൾസ് അല്ലെങ്കിൽ SiOH വിച്ച് കണ്ടൻസ് ടു ഫോം സിലിക്കോൺസ് യൂസ്ഫുൾ പോളിമേഴ്സ് വിത്ത് തെർമൽ സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി പറഞ്ഞായിരുന്നു സിലിക്കോൺസിനെ കുറിച്ചിട്ട് ക്ലാസ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് സിലിക്കോൺസിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിലിക്കൺ ടെട്രാക്ലോറൈഡ് ഈസ് ഹൈഡ്രോളൈസ്ഡ് ടു പ്രൊഡ്യൂസ് സിലനോൺസ് വിച്ച് കണ്ടൻസ് ടു ഫോം സിലിക്കോൺസ്. അങ്ങനെയാണ് സിലിക്കോൺസ് ഫോം ചെയ്യുന്നത്. സിലിക്കോൺസ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? സിലിക്കൺ ടെട്രാക്ലോറൈഡിൽ നിന്നാണ് സിലിക്കോൺസ് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈഡ്രൈഡ്സ് ഈസ് മോസ്റ്റ് ബേസിക്? ഏറ്റവും ബേസിസിറ്റി കൂടിയ ഹൈഡ്രൈഡ് ഏതാണ് ഇതിനകത്ത്?
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. NH3 ആണ് കറക്റ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ: ബേസിസിറ്റി ഓഫ് ഗ്രൂപ്പ് 15 ഹൈഡ്രേറ്റ്സ് ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഈ തന്നിരിക്കുന്നതെല്ലാം 15ാമത്തെ ഗ്രൂപ്പിലുള്ള ഹൈഡ്രേറ്റ് ആണ്. ആ 15ാമത്തെ ഗ്രൂപ്പിലുള്ള ഹൈഡ്രേറ്റ്സ് താഴത്തേക്ക് പോകുന്നതോറും സൈസ് കൂടുന്നത് കാരണം ബേസിസിറ്റി കുറയുന്നു. ഓക്കെ, അപ്പോൾ NH3 ഹാസ് ദ സ്ട്രോങ്ങസ്റ്റ് എബിലിറ്റി ടു ഡൊണേറ്റ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? അടുത്ത നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. Which of the following is a correct order for electronegativity amongst group 17 elements? Group 17 elementsൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഏതാണ്? ഏതിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളത്? ഫ്ലോറിൻ, അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഏറ്റവും കുറഞ്ഞ സൈസ് ഉള്ള ആൾക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഫ്ലോറിനാണ് ഏറ്റവും കുറവ് സൈസ്, അതുകൊണ്ട് ഫ്ലോറിനായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോറിൻ, അത് കഴിഞ്ഞാൽ പിന്നെ ബ്രോമിൻ, അത് കഴിഞ്ഞാൽ പിന്നെ അയോഡിൻ. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് നോക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ തന്നെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഇനി അടുത്ത ചോദ്യം: വിച്ച് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ഓക്സൈഡ്സ് ഫോം എ ഗ്ലാസ് ലൈക്ക് നെറ്റ്വർക്ക് സ്ട്രക്ചർ? ഗ്ലാസ് പോലുള്ള നെറ്റ്വർക്ക് സ്ട്രക്ചർ തരുന്നത് ഏത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ് ഓക്സൈഡാണ്? നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ പഠിച്ചതുമാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണിത്. പി ബ്ലോക്കിൻ്റെയൊക്കെ വീഡിയോസ് കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്ക്, ഒന്ന് ഹൈപ്പ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ഓക്സൈഡ്സ് ഫോം എ ഗ്ലാസ് ലൈക്ക് നെറ്റ്വർക്ക് സ്ട്രക്ചർ? ഓപ്ഷൻ എ കാർബൺ, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി സിലിക്കൺ, ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. ഇവിടെ കറക്റ്റ് ആൻസർ സിലിക്കൺ ആണ്. SiO2 ഫോംസ് 3-dimensional നെറ്റ്വർക്ക് കോവലൻ്റ് സ്ട്രക്ചർ ലൈക്ക് ഗ്ലാസ്, ലൈക്ക് ക്വാർട്സ്, എക്സ്പ്ലൈനിങ് ഇറ്റ്സ് ഹാർഡ്നെസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇത് ഹാർഡ്നെസ്സും ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഉണ്ട്. ഓക്കെ, അഗെയിൻ സിലിക്കോൺസിനെ കുറിച്ചിട്ടുള്ളൊരു 10 ചോദ്യങ്ങൾ നോക്കാം. സിലിക്കോൺസ് ആർ ഓൾസോ കോൾഡ്. സിലിക്കോൺസ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ സിലിക്കേറ്റ്സ്, ഓപ്ഷൻ ബി സിലിക്കോൺ പോളിമേഴ്സ്, ഓപ്ഷൻ സി പോളിയസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി ഓർഗാനോ ഹാലൈഡ്സ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സിലിക്കോൺ പോളിമേഴ്സ്. ആൻസർ നോക്കാം. Silicons are synthetic organosilicon polymers containing repeating SiO unit, often called polysiloxanes or silicon polymers. അപ്പോൾ organosilicon polymers ആണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ ബേസിക് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ സിലിക്കോൺ പോളിമർ ഈസ്. ഇതിനകത്തെ ബേസിക് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാ? സിലിക്കൺ കാർബൺ ഈസ് ദി സോറി ഓപ്ഷൻ എ സിലിക്കൺ ആൻഡ് കാർബൺ, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി സിലിക്കൺ ഓക്സിജൻ, ഓപ്ഷൻ ഡി സിലിക്കൺ ഹൈഡ്രജൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സിലിക്കൺ ഓക്സിജൻ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി സിലിക്കൺ ഓക്സിജൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. സിലിക്കോൺസ് കൺസിസ്റ്റ് ഓഫ് എ ബാക്ക്ബോൺ ഓഫ് ഓൾട്ടർനേറ്റിംഗ് സിലിക്കൺ ആൻഡ് ഓക്സിജൻ ആറ്റം വിത്ത് ഓർഗാനിക് ഗ്രൂപ്പ് ആർ അറ്റാച്ച്ഡ് ടു സിലിക്കോൺ. ഓക്കെ, ഇനി എഗെയിൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 3ാമത്തെ ചോദ്യം: സിലിക്കോൺസ് ആർ ജനറലി പ്രിപ്പയർഡ് ബൈ ഹൈഡ്രോളിസിസ് ഓഫ്. ഏത് ഹൈഡ്രോളിസിസ് വഴിയിട്ടാണ്, എന്തിൻ്റെ ഹൈഡ്രോളിസിസ് വഴിയാണ് സിലിക്കോൺസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ എ സിലിക്കൺ ഹൈഡ്രേറ്റ്, ഓപ്ഷൻ ബി സിലിക്കൺ ക്ലോറൈഡ്, ഓപ്ഷൻ ടി ഡൈ ആൽക്കൈൽ സിലിക്കൺ ക്ലോറൈഡ്, ഓപ്ഷൻ ഡി സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏത് ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് നമ്മൾ സിലിക്കൺസിനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഡൈ ആൽക്കൈൽ സിലിക്കൺ ക്ലോറൈഡ് ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് നമ്മൾ സിലിക്കോൺസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. സിലിക്കോൺസ് ആർ സിന്തസൈസ്ഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ആൻഡ് പോളിമറൈസേഷൻ ഓഫ് ഡൈ ആൽക്കൈൽ ഓർ ഡൈ അറൈൽ dichlorosilanes forming silanol intermediates which condense to form polymers. അപ്പോൾ ആദ്യം സിലനോൾ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും, അത് കഴിഞ്ഞ് അത് കണ്ടൻസ് ചെയ്തിട്ടാണ് പോളിമർ ഉണ്ടാകുന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാ? ഡൈ ആൽക്കൈൽ സിലിക്കൺ ക്ലോറൈഡ് ആണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഡൈ ആൽക്കൈൽ സിലിക്കൺ ക്ലോറൈഡ് ഈസ് ദി സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അഗെയിൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിലിക്കോൺസ് ആർ ജനറലി പ്രിപ്പയർഡ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 4. Which of the following determines whether the silicon is linear or cross-linked? Linear ആണോ cross-linked ആണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ഫാക്ടറാണ്? ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി റേറ്റ് ഓഫ് ഹൈഡ്രോളിസിസ്, ഓപ്ഷൻ സി നമ്പർ ഓഫ് ക്ലോറൈഡ്സ് ഗ്രൂപ്പ്സ് ഓൺ സിലിക്കൺ,
ഓപ്ഷൻ ഡി പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇവിടെ ക്ലോറൈഡ് ഗ്രൂപ്പ് ഓൺ സിലിക്കൺ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വെദർ സിലിക്കൺ ഷുഡ് ബി ലീനിയർ ഓർ ക്രോസ് ലിങ്ക്ഡ് എന്ന്. ലീനിയർ ആണോ, സിലിക്കോൺസ് ലീനിയർ ആണോ ക്രോസ് ലിങ്ക്ഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് ക്ലോറൈഡ് ഗ്രൂപ്പ്സ് ആണ്. സിലിക്കണിലുള്ള നമ്പർ ഓഫ് ക്ലോറൈഡ് ഗ്രൂപ്പ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈ ആൽക്കിൽ സിലിക്കൺ ക്ലോറൈഡ് ലീനിയർ സിലിക്കോൺ ആണ്. പക്ഷേ RSiCl3 ഓർ SiCl4 എന്ന് പറയുന്നത് ഒരു ക്രോസ് ലിങ്ക്ഡ് നെറ്റ്വർക്ക് സിലിക്കോൺസ് ആണ്. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ സിലിക്കോൺസ് ഹൈലി റെസിസ്റ്റൻറ്റ് ടു? സിലിക്കോൺസ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻ്റ് ഏത് കാര്യത്തോടായിരിക്കും? ഓപ്ഷൻ എ വാട്ടർ ആൻഡ് ഹീറ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ്. ഓപ്ഷൻ ബി ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ഓപ്ഷൻ സി ഇലക്ട്രിസിറ്റി. ഓപ്ഷൻ ഡി ഓക്സിജൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും, വാട്ടർ ആൻഡ് ഹീറ്റ്. സിലിക്കോൺസ് ആർ വാട്ടർ റിപ്പല്ലൻ്റ് ആൻഡ് തെർമലി സ്റ്റേബിൾ, മേക്കിംഗ് ദം സ്യൂട്ടബിൾ ഫോർ ദി യൂസ് ഇൻ ലൂബ്രിക്കൻസ്, സീലൻസ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. സിലിക്കോൺസിനെ കുറിച്ച്. ഓക്കെ. അഗെയിൻ മൂവിങ് ടു സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ഹൈഡ്രോഫോബിക് നേച്ചർ ഓഫ് സിലിക്കൺ ഈസ് ഡ്യൂ ടു. ഹൈഡ്രോഫോബിക് നേച്ചർ, അതായത് വെള്ളത്തിൽ ലയിക്കാൻ താല്പര്യമില്ലാത്ത സിലിക്കോണിൻ്റെ ആ ഒരു നേച്ചർ എവിടെ നിന്നാണ് വന്നത്? ഓപ്ഷൻ എ സിലിക്കോൺ ഓക്സിജൻ സിലിക്കോൺ ബോണ്ട്. ഓപ്ഷൻ ബി പ്രസൻസ് ഓഫ് മീഥൈൽ ഓർ ആൽക്കൈൽ ഗ്രൂപ്പ്. ഓപ്ഷൻ സി ക്രോസ് ലിങ്കിങ്. ഓപ്ഷൻ ഡി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രസൻസ് ഓഫ് മീഥൈൽ ആൻഡ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓർ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവരുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് സിലിക്കോൺസ് ഹൈഡ്രോഫോബിക് നേച്ചർ കാണിക്കും. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സിലിക്കോൺ? സിലിക്കോൺസിൻ്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ലൂബ്രിക്കൻസ്. ഓപ്ഷൻ ബി വാട്ടർ പ്രൂഫ് കോട്ടിംഗ്. ഓപ്ഷൻ സി ഫെർട്ടിലൈസേഴ്സ്. ഓപ്ഷൻ ഡി ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. ഇവിടെ സിലിക്കോൺസ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. എക്സ്പ്ലനേഷൻ, സിലിക്കോൺസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ നമ്മൾ സിലിക്കോൺസ് യൂസ് ചെയ്യുന്നില്ല. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ഫോർ ലൂബ്രിക്കൻസ്, അഡ്ഹസീവ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സീലൻസ്. ഇനി വിച്ച് ഫോം ഓഫ് സിലിക്കോൺ ഈസ് യൂസ്ഡ് ആസ് എ റബ്ബർ ലൈക്ക് ഇലാസ്റ്റിക് മെറ്റീരിയൽ? റബ്ബർ ലൈക്ക് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കോൺ ഏത് ടൈപ്പ് ഓഫ് സിലിക്കോൺ ആണ്? ഓപ്ഷൻ എ ലോ മോളിക്കുലർ വെയ്റ്റ് ലീനിയർ സിലിക്കോൺ. ഓപ്ഷൻ ബി സൈക്ലിക് സിലിക്കോൺ. ഓപ്ഷൻ സി ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺ. ഓപ്ഷൻ ഡി സിലിക്കേറ്റ് ഗ്ലാസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺ ആണ്. ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺ ഇലാസ്റ്റോമർ ഷോ റബ്ബറി ഇലാസ്റ്റിസിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി യൂസ്ഡ് ഇൻ മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഗ്യാസ്കറ്റ്സ് എക്സെട്ര. ഓക്കെ. അപ്പം നമ്മൾ സിലിക്കോൺസ് റബ്ബർ ലൈക്ക് ഇലാസ്റ്റിക് മെറ്റീരിയലുള്ള സിലിക്കോൺസ് ഏതാണെന്ന് ചോദിച്ചു. ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് ആണ് ഈ റബ്ബർ ലൈക്ക് സിലിക്കോൺസ് ആയിട്ട് ഇരിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, വിച്ച് പ്രോപ്പർട്ടി ഓഫ് സിലിക്കോൺ മേക്സ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ മെഡിക്കൽ ആപ്ലിക്കേഷൻ? മെഡിക്കൽ ആപ്ലിക്കേഷന് സ്യൂട്ടബിൾ ആവാനുള്ള കാരണം എന്താണ്? സിലിക്കോൺ മെഡിക്കൽ ആപ്ലിക്കേഷനിൽ സ്യൂട്ടബിൾ ആവാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ ടോക്സിസിറ്റി. ഓപ്ഷൻ ഡി ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബയോകമ്പാറ്റബിലിറ്റി. ഓപ്ഷൻ സി അസിഡിക് നേച്ചർ. ഓപ്ഷൻ ഡി ഹൈ റിയാക്ടിവിറ്റി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബയോകമ്പാറ്റബിലിറ്റി ആണ്. സിലിക്കോൺസ് ആർ ഇനേർട്ട്, നോട്ട് ടോക്സിക് ആൻഡ് കമ്പാറ്റബിൾ വിത്ത് ബയോളജിക്കൽ ടിഷ്യൂസ്, ഹെൻസ് യൂസ്ഡ് ഇൻ പ്രോസ്തറ്റിക്സ്, കത്തീറ്റേഴ്സ് ആൻഡ് ഇംപ്ലാന്റ്സ്. ഓക്കെ. അതുകൊണ്ട് നമ്മുടെ സിലിക്കോൺസ് ഒക്കെ ഇതിനൊക്കെ ഉപയോഗിക്കും. ഇനി 10ാമത്തെ ചോദ്യം, ദ സിലിക്കൺ ഓക്സിജൻ ബോണ്ട് ആംഗിൾ ഇൻ സിലിക്കോൺ പോളിമേഴ്സ് ഈസ്. സിലിക്കൺ പോളിമേഴ്സിലെ SI ബോണ്ട് ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ എ 90. ഓപ്ഷൻ ബി 909.5 ഡിഗ്രി. ഓപ്ഷൻ സി 120 ഡിഗ്രി. ഓപ്ഷൻ ഡി 140 ഡിഗ്രി. അപ്പോൾ SiO ബോണ്ട് ആംഗിൾ സിലിക്കൺ പോളിമേഴ്സിലെ SiO ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഡ്യൂ ടു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആൻഡ് ലാർജ് സൈസ് ഓഫ് സിലിക്കൺ ആൻഡ് ഓക്സിജൻ ആറ്റം, ദ SiO-Si ബോണ്ട് ആംഗിൾ ഈസ് വൈഡർ, കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി സിലിക്കൺ ചെയിൻ. അടുത്തതായിട്ട് നമ്മൾ ട്രാൻസിഷൻ എലമെൻസിൽ നിന്നുള്ള 10 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രിപ്പറേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ്. പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സിൽ നിന്നൊരു 10 ക്വസ്റ്റിനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ്. ഓക്കെ. അപ്പോൾ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓപ്ഷൻ ബി ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ്. ഓപ്ഷൻ സി ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ്. ഓപ്ഷൻ ഡി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽസിനകത്തെല്ലാം എന്തുണ്ട്? ഡി ഓർബിറ്റൽസ് ഉണ്ട്, വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡി ഇലക്ട്രോൺസും ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ എന്നാ സംഭവിക്കും? ഇലക്ട്രോൺസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കും. ദേ വിൽ ഫോം സ്ട്രോങ് ബോണ്ടായിരിക്കും. അതുകൊണ്ട് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങ് മറന്നേക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ദാറ്റ് ഈസ് നോട്ട് എ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഡ്യൂ ടു സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ്. കൂടുതൽ മെറ്റാലിക് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ
ട്രാൻസിഷൻ മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. പിന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് കളേർഡ് കോംപ്ലക്സസ് ആർ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അത് രണ്ടും ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2. ദ കളർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ഈസ് മെയിൻലി ഡ്യൂ ടു. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് കളർ കാണിക്കാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ ചാർജ് ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി ഡി ഇലക്ട്രോണിക് ട്രാൻസിഷൻ, ഓപ്ഷൻ സി SP മിക്സിംഗ്, ഓപ്ഷൻ ഡി ലാറ്റിസ് വൈബ്രേഷൻ. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സിൽ ഒത്തിരിയധികം ഡി ഇലക്ട്രോൺസ് ഉണ്ടായി. ഡി ഇലക്ട്രോൺസ് തന്നെ ഹയർ ഡി ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴേക്കും, അതായത് ഡി ഇലക്ട്രോണിക് ട്രാൻസിഷനാണ് ഈ കളർ കാണിക്കുന്നത്. ദ പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് allows electrons to absorb visible light and jump between energy levels causing color. ഓക്കെ, അപ്പോൾ ഡി ട്രാൻസിഷൻ ആണ് കളറിന് കാരണം. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഷോ ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും കൂടുതലുള്ള എലമെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ മാംഗനീസ് ആണ്. ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി മാംഗനീസ്, ഓപ്ഷൻ ഡി സിങ്ക്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന മാംഗനീസ് ആണ്. മാംഗനീസ് ഷോസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫ്രം +2 to +7 ഡ്യൂ ടു ഇറ്റ്സ് 3d5 4s2 കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്കറിയാം മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പം ആർഗൺ 3d5 4s1 എന്നാണ് വരുന്നത്. ഓക്കെ, 3d5 4s2 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4sലുള്ള 2 ഇലക്ട്രോൺസിനെ കളയാം, പിന്നെ ഈ 3d5ലുള്ള 5 ഇലക്ട്രോൺസിനെയും കളയാം. അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് കിട്ടും? 5 × 2 7 ഇലക്ട്രോൺ. അപ്പം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം, അതുപോലെ തന്നെ +3 കാണിക്കാം, +4 കാണിക്കാം, +5 കാണിക്കാം. അങ്ങനെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +7 വരെ കാണിക്കാം. സോ മാംഗനീസ് ആണ് ഈ താഴത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത്. Again, moving to question number 4, which transition metal ion is colorless in aqueous solution? Aqueous solutionil colorless ആയിട്ടുള്ള ട്രാൻസിഷൻ മെറ്റൽ അയോൺ ഏതാണ്? ഇവിടെ സ്കാൻഡിയം ആണ്. സ്കാൻഡിയം 3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുവാണെങ്കിൽ സ്കാൻഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 21 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് AR 3d1 4s2 ആണ്. 3d1 4s2 ആണ്. ഇനി സ്കാൻഡിയം 3+ എന്ന് പറയുമ്പം 3Dയിലുള്ള ഈ ഒരു ഇലക്ട്രോണും 4sലുള്ള 2 ഇലക്ട്രോണും പോയിട്ട് നമുക്ക് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് ആയിട്ടുള്ള ആർഗൻ്റെ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് വരുന്നു. അതായത് വിച്ച് ഇസ് സ്റ്റേബിൾ, ദേ വിൽ നോട്ട് ഷോ കളറൊന്നും കാണിക്കത്തില്ല. So scandium 3+ has no d electrons, so dd transitions are not possible, making it colorless. അപ്പോൾ dd transition പറ്റത്തില്ലാത്തതുകൊണ്ട്, dd transition ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കളർ കാണിക്കത്തില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, the ability of transition metals to form complex compounds is due to. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസിന് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള എബിലിറ്റിക്ക് കാരണം എന്താണ്? ഓപ്ഷൻ എ സ്മോൾ സൈസ്, ഓപ്ഷൻ ബി ഹൈ അയണൈസേഷൻ എനർജി, ഓപ്ഷൻ സി പ്രസൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ്, ഓപ്ഷൻ ഡി ഹൈ റിയാക്ടിവിറ്റി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്, പ്രസൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം. ട്രാൻസിഷൻ മെറ്റൽസ് ഹാവ് എംപ്റ്റി ഡി ഓർബിറ്റൽസ് ദാറ്റ് അക്സെപ്റ്റ് ലോൺ പെയർ ഫ്രം ലിഗാൻഡ്സ് അലോയിങ് ദം ടു ഫോം കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. അതിന് കാരണം തന്നെ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദി ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ആറാമത്തെ ചോദ്യം, ദ കോമൺലി യൂസ്ഡ് ലബോറട്ടറി റിയേജൻറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഹാസ് ദി ഫോർമുല. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ ഫോർമുലയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആൻസർ ബി ആണ്, K2Cr2O7. K2Cr2O7 ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ദ ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽസ്. ഹൈഡ്രോജനേഷൻ ഓഫ് ഓയിൽസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സിങ്ക്, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി നിക്കൽ, ഓപ്ഷൻ ഡി അയൺ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫൈനലി ഡിവൈഡഡ് നിക്കൽ ആക്ട് ആസ് എൻ എഫക്റ്റീവ് കാറ്റലിസ്റ്റ് ഇൻ ദ ഹൈഡ്രോജനേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഓയിൽസ്. ഈ വനസ്പതി ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിക്കലാണ് ഉപയോഗിക്കുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട്. എട്ടാമത്തെ ചോദ്യം, ട്രാൻസിഷൻ മെറ്റൽ ഫോം അലോയിസ് ബിക്കോസ്. ട്രാൻസിഷൻ മെറ്റൽസ് അലോയിസ് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ ദേ ആർ സോഫ്റ്റ്, ഓപ്ഷൻ ബി ദേ ഹാവ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഓപ്ഷൻ സി ദേ ഹാവ് സിമിലർ അറ്റോമിക് സൈസ് ആൻഡ് സ്ട്രക്ചേഴ്സ്, ഓപ്ഷൻ ഡി ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ ട്രാൻസിഷൻ മെറ്റൽസ് അലോയിസ് ഉണ്ടാക്കാനുള്ള കാരണം ദേ ഹാവ് സിമിലർ അറ്റോമിക് സൈസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഇതൊക്കെ വരുന്നത് ക്ലാസ് 12 കെമിസ്ട്രിയിലെ D&F ബ്ലോക്ക് എലമെൻസിൽ നിന്നാണ്. NCERT ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് ആണ്, അവിടെ എല്ലാം ഉള്ള NCERT ലൈൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഓഫ് അയൺ ഈസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ബ്ലൂ ഇങ്ക്.
ബ്ലൂ ഇങ്കിന് ഉപയോഗിക്കുന്ന അയൺ കോമ്പൗണ്ട് ഏതാണെന്നാണ്. ബ്ലൂ ഇങ്ക് മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന അയൺ കോമ്പൗണ്ട് ഏതാണെന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഫെറിക് ക്ലോറൈഡ് ferrous chloride. FeCl2 means ferrous chloride. Fe2SO4 thrice എന്ന് പറയുമ്പം ferrous sulfate, ഫെറിക് സൾഫേറ്റ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് FeSO4 ഫെറസ് സൾഫേറ്റ്. ഇത് ഫെറിക് സൾഫേറ്റ്, അടുത്തത് ഫെറസ് സൾഫേറ്റ്, അടുത്തത് ഫെറിക് അമോണിയം സൾഫേറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫെറിക് അമോണിയം സൾഫേറ്റ് ആണ് ബ്ലൂ ഇങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓൾസോ നോൺ ആസ് അയൺ ആലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇറ്റ് ഫോംസ് കോംപ്ലക്സസ് വിത്ത് ടാനിക് ആസിഡ് ടു ഗീവ് ബ്ലൂ ഓർ ബ്ലാക്ക് കളർ ഓഫ് ഇങ്ക്. അപ്പോൾ ബ്ലൂ ഓർ ബ്ലാക്ക് കളർ ഓഫ് ഇങ്ക് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫെറിക് അമോണിയം സൾഫേറ്റ്. 10ാമത്തെ ചോദ്യം: വിച്ച് പ്രോപ്പർട്ടി മേക്സ് സിങ്ക് ഡിഫറെൻറ്റ് ഫ്രം അതർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? സിങ്കിനെ ബാക്കിയുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ നിന്നും വേർപെടുത്തി നിർത്തിയിരിക്കുന്ന ഏത് പ്രോപ്പർട്ടിയാണ്? അവർ വേറിട്ട് നിർത്തിക്കുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ ഇറ്റ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. ഓപ്ഷൻ ബി ഫോംസ് കോംപ്ലക്സ് അയോൺസ്. ഓപ്ഷൻ സി it shows variable oxidation state. ഓപ്ഷൻ ഡി ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ. അപ്പോൾ സിങ്കിൻ്റെ കേസിലാണെങ്കിൽ അറ്റോമിക് നമ്പർ 30 ആണ് വരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ AR 3D10 4s2 ആണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. സോ ഇറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺ ഉണ്ട്. 10 ഇലക്ട്രോൺ എന്ന് പറയുന്നത് മാക്സിമം ഇലക്ട്രോണിക് കപ്പാസിറ്റിയാണ് ഡി ഓർബിറ്റലിൻ്റെ. അപ്പോൾ ഡി ഓർബിറ്റലിൽ മൊത്തം 5 ഓർബിറ്റൽസ് ഉണ്ട്. DXY, DXZ, DYZ, DX2 - Y2, DZ2. ഓരോ ഓർബിറ്റലിലെയും ഇലക്ട്രോണിൻ്റെ കപ്പാസിറ്റി മാക്സിമം ഇലക്ട്രോണിക് കപ്പാസിറ്റി 2 ആണ്. അങ്ങനെ 5 × 2 10 ഇലക്ട്രോൺസ്. അങ്ങനെ 10 ഇലക്ട്രോൺസും ഡി ഓർബിറ്റലിൽ ഫില്ല് ചെയ്തിരിക്കുക. ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സിങ്ക് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 11: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്? ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ഇറ്റ് വിൽ ഷോ ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ, ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ ഏരിയ ആയിട്ടുള്ള ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് നോട്ട് എ ലാന്തനൈഡ്? ലാന്തനൈഡ് അല്ലാത്തത് ഏത്? ഓക്കെ, ഏതാണ് ഇതിനകത്ത് ലാന്തനൈഡ് അല്ലാത്തത്? ഓപ്ഷൻ എ സീറിയം, ഓപ്ഷൻ ബി യൂറോപ്പിയം, ഓപ്ഷൻ സി തോറിയം, ഓപ്ഷൻ ഡി ഗഡോലീനിയം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് തോറിയമാണ്. തോറിയം എന്ന് പറയുന്ന ഒരു ആക്ടിനൈഡ് ആണ്, ലാന്തനൈഡ് അല്ല. ലാന്തനൈഡ് റേഞ്ചസ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം. ലന്താനം ടു ലുട്ടീഷ്യം ഉള്ള, ലന്താനം തുടങ്ങി ലുട്ടീഷ്യത്തിൽ അവസാനിക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ 57 ആണ് ലന്താനം എന്ന് പറയുന്നത്. ഓക്കെ, 71 ആണ് ലുട്ടീഷ്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്തനൈഡ്സ്. ലാന്തനൈഡ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? സീറിയം 4f1 to 14, 5d1 to 0, 6s2. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 4f ഇലക്ട്രോണിൽ 4f ഷെല്ല് 1 മുതൽ 14 വരെ ഫില്ല് ചെയ്യും. 5dയിൽ 1 അല്ലെങ്കിൽ 0 ഇലക്ട്രോൺ കാണും. 6sൽ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അപ്പോൾ 4f1 to 14, 5d1 to 0, 1 or 0, 6s2. ലാന്തനൈഡ്സ് വില്ലതി 4f ഓർബിറ്റൽ. ലാന്തനൈഡ്സിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ ലാന്തനൈഡ്സിനെ പറയുന്നത്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ റെയർ എർത്ത് എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഇവർ എർത്തിൽ വളരെ കുറച്ച് കാണത്തുള്ളൂ, അതുകൊണ്ടാണ് റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇത് ഇന്നർ ട്രാൻസിഷൻ, അതിന് ഇന്നറിലുള്ള എഫ് ബ്ലോക്ക് അല്ലെങ്കിൽ അത് അകത്താണ് സ്പേസ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ വെച്ചിരിക്കുന്ന ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ എഫ് ബ്ലോക്കിനെ പൊതുവെ വിളിക്കാറ്. മൂന്നാമത്തെ ചോദ്യം: വിച്ച് ലാന്തനൈഡ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കളർ TV സ്ക്രീൻസ്? കളർ TV സ്ക്രീൻസിൽ ഉപയോഗിക്കുന്ന ലാന്തനൈഡ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സീറിയം, ഓപ്ഷൻ ബി നിയോഡിമിയം, ഓപ്ഷൻ സി യൂറോപ്പിയം, ഓപ്ഷൻ ഡി ടെർബിയം. ഇവിടെ കറക്റ്റ് ആൻസർ യൂറോപ്പിയം ആണ്. യൂറോപ്പിയം എമിറ്റ്സ് റെഡ് ലൈറ്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ഫോസ്ഫേഴ്സ് ഇൻ TV സ്ക്രീൻ. അപ്പോൾ TV സ്ക്രീനിലുള്ള ഫോസ്ഫേഴ്സ് റെഡ് ലൈറ്റ് യൂസ് ചെയ്യും. യൂറോപ്പിയം റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ യൂറോപ്പിയമാണ് നമുക്ക് TV സ്ക്രീനിൽ ഉപയോഗിക്കുന്നത്. നാലാമത്തെ ചോദ്യം: വാട്ട് കോസസ് ദ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനൈഡ്സ്? ലാന്തനൈഡ്സിലെ സിമിലാരിറ്റി, കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ സിമിലാരിറ്റിക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിമിലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓപ്ഷൻ ബി സിമിലർ സൈസ്, ഓപ്ഷൻ സി ഫില്ലിംഗ് ഓഫ് ഇന്നർ 4f4 പില്ലർസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. സിമിലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, സിമിലർ സൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ 4f ഓർബിറ്റലാണ് ഫില്ല് ചെയ്യുന്നത്. അതെല്ലാം കൊണ്ട് തന്നെ ദേ വിൽ ഷോ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി
അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കി. ഇത് ആക്ടിനൈറ്റ്സ് ആർ മെയിൻലി. ആക്ടിനൈറ്റ്സ് എന്ന് പറയുന്നത് ഏത് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ബി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, സി പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇവിടെ കറക്റ്റ് ബി ആണ്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ആക്ടിനൈറ്റ്സ് ഇൻവോൾവ് ഫില്ലിംഗ് ഓഫ് 5f ഓർബിറ്റൽ, ഹെൻസ് ദേ ആർ കോൾഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റേഡിയോ ആക്റ്റീവ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്? ഓപ്ഷൻ എ ലന്താനം, ഓപ്ഷൻ ബി സീരിയം, ഓപ്ഷൻ സി തോറിയം, ഓപ്ഷൻ ഡി ലുട്ടീഷ്യം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, തോറിയമാണ്. ഓൾ ആക്ടിനൈറ്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. എല്ലാ ആക്ടിനോയിഡ്സും റേഡിയോ ആക്റ്റീവ് ആണ്. തോറിയം ഈസ് വൺ ഓഫ് ദി നാച്ചുറലി ഒക്കറിങ് റേഡിയോ ആക്റ്റീവ് ആക്ടിനൈറ്റ്സ്. ഒരു നാച്ചുറലി ഒക്കറിങ് റേഡിയോ ആക്റ്റീവ് ആക്ടിനൈറ്റ്സ് ആണ് തോറിയം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? അടുത്ത ചോദ്യം. ഓപ്ഷൻ എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനൈഡ്സ്. ലാന്തനൈഡ്സിൻ്റെ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ സൈസ്. ഓപ്ഷൻ ബി സഡൻ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന സഡൻ ഡിക്രീസ്. ഓപ്ഷൻ സി ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയോ അക്രോസ് ലാന്തനൈഡ് സീരീസ്. ലാന്തനൈഡ് സീരീസിൽ ഉണ്ടാകുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള ആറ്റോമിക് അയണിക് റേഡിയോ ഡിക്രീസ് ആണ്. ഓപ്ഷൻ ഡി എക്സ്പാൻഷൻ ഓഫ് എഫ് ഓർബിറ്റൽ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് ബൈ 4f ഇലക്ട്രോൺസ് സൈസ് ഗ്രാജുവലി ഡിക്രീസസ്. അപ്പോൾ ഷീൽഡിങ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ ഈ ഷീൽഡിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 4f ഇലക്ട്രോണിനെ വരെ അകത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? സൈസ് ചെറുതായിട്ടൊന്ന് കുറയും. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. ഓക്കെ അല്ലേ? ഇനി എട്ടാമത്തെ ചോദ്യം, വിച്ച് ആക്ടിനൈഡ് ഈസ് യൂസ്ഡ് ആസ് എ ന്യൂക്ലിയർ ഫ്യൂവൽ? ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ആക്ടിനോയിഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ന്യൂപ്റ്റോണിയം, ഓപ്ഷൻ ബി യുറാനിയം, ഓപ്ഷൻ സി തോറിയം ആൻഡ് ഓപ്ഷൻ ഡി ക്യൂറിയം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് യുറേനിയം ആണ്. യുറേനിയം 235 ആൻഡ് യുറേനിയം 238 ആർ ന്യൂക്ലിയർ ഫ്യൂവൽസ്. കീ ന്യൂക്ലിയർ ഫ്യൂവൽസ് ആണ് യുറേനിയം എന്ന് പറയുന്ന ഒരു ആക്ടിനൈഡ് ആണ്. ഒൻപതാമത്തെ ചോദ്യം, വിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മോസ്റ്റ് കോമൺ ഫോർ ലാന്തനൈഡ്സ്? ലാന്തനൈഡ്സിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? കറക്റ്റ് ആൻസർ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ലാന്തനൈഡ്സിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എമംഗ് ലാന്തനൈഡ്സ്? +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഇതിനകത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു +3 ആണ് മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ എ യൂറോപ്പിയം, ഓപ്ഷൻ ബി ഗഡോളീനിയം, ഓപ്ഷൻ സി സീരിയം, ഓപ്ഷൻ ഡി പ്രസിയോഡിയം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സീരിയം ആണ്. സീരിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും ഡ്യൂ ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് empty 4f ഷെൽ. 4f ഷെൽ empty ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും. 11ാമത്തെ ചോദ്യം, മോസ്റ്റ് ലാന്തനോയിഡ് അയോൺസ് ആർ കളേർഡ് എക്സെപ്റ്റ് ദോസ് വിത്ത് 4f0, 4f7 or 4f14 configuration. Which of the following lanthanoid ion is diamagnetic or no unpaired electrons in the solid state? അപ്പം ഈ ലാന്തനോയിഡ്സ് എല്ലാം തന്നെ കളേർഡ് ആണ്. ഈ പക്ഷേ 4f0ലും 4f7ലും 4f14ലും ഒക്കെ ഇലക്ട്രോൺസിൻ്റെ ആ ഒരു ഫില്ലിങ്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഫില്ലിങ് കാരണം അവരൊന്നും കളർ കാണിക്കത്തില്ല. താഴെ തന്നിരിക്കുന്നവയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാന്തനോയിഡ് അയോൺസ് ഈസ് ഡയാമാഗ്നറ്റിക്? ഡയാമാഗ്നറ്റിക് ഏതാണ് ഇൻ സോളിഡ് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ നോക്കിക്കേ, 4f1 ഉണ്ട്, 4f7 ഉണ്ട്, 4f7 ഉണ്ട്, 4f8 ഉണ്ട്. അപ്പോൾ ഇവിടെ യൂറോപ്പിയം വിച്ച് ഇസ് ഹാവിങ് 4f7, ഓപ്ഷൻ ബി ആണ്, ഹാസ് എ ഹാഫ് ഫിൽഡ് ഷെൽ വിത്ത് ഓൾ ഇലക്ട്രോൺസ് പെയർഡ്, making it diamagnetic. Cerium 3+ and gadolinium 3+ also paramagnetic due to other unpaired. Tb3+ are paramagnetic. ഇവിടെ Tb3+ paramagnetic ആണ്, Cerium 3+ paramagnetic ആണ്, gadolinium 3+ഉം paramagnetic ആണ്. ഇവിടെ യൂറോപ്പിയം 2+ എന്ന് പറയുന്നത്, യൂറോപ്പിയം 2+ is diamagnetic. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Question number 12. The main reason for a greater number of oxidation state in actinides than lanthanides. ലാന്തനൈഡ്സിനെ അപേക്ഷിച്ച് ആക്ടിനൈഡ്സിന് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ എണ്ണം കൂടുതലാണ്. കാരണമെന്ത്? ഓപ്ഷൻ എ ഗ്രേറ്റർ അറ്റോമിക് സൈസ് ഓഫ് ആക്ടിനൈഡ്സ്, ഓപ്ഷൻ ബി ലെസ് എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ 5f and 6d orbitals, ഓപ്ഷൻ സി പുവർ ഷീൽഡിംഗ് ബൈ 4f ഇലക്ട്രോൺസ്, ഓപ്ഷൻ ഡി ഹയർ ഇലക്ട്രോണെഗറ്റിവിറ്റി ഓഫ് ആക്ടിനൈഡ്സ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, ലെസ് എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ 5f and 6d ഓർബിറ്റൽസ്. 5fഉം 6d ഓർബിറ്റൽസും തമ്മിലുള്ള എനർജി സെപ്പറേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ 5fൽ നിന്നും പോകാം ഇലക്ട്രോൺസ്, 6dയിൽ നിന്നും ഇലക്ട്രോൺസ് പോകാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒട്ടനവധി ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കിട്ടും.
So actinides have only a small energy gap between 5f and 60 orbitals, allowing variable oxidation states, unlike lanthanides where 4f and 5d are farther apart. Again, question number 13 like question number 13. Which of the following pairs of elements has nearly identical atomic radii due to lanthanide contraction? Lanthanide contraction മൂലം identical atomic radii ഉള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്? ഓപ്ഷൻ എ സിർക്കോണിയം ആൻഡ് ഇട്രിയം, ഓപ്ഷൻ ബി സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം, ഓപ്ഷൻ സി ലന്താനം ആൻഡ് സീറിയം, ഓപ്ഷൻ ഡി സീരിയം ആൻഡ് ഗിഡോളീനിയം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ആണ്. Lanthanide contraction causes elements following lanthanides to have nearly the same radius as the lighter congeners. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ശരിക്കും പറയാം ലന്താനം കഴിഞ്ഞിട്ടാണ് ഹാഫ്നിയം വരുന്നത്. അപ്പോൾ ലന്താനം കഴിഞ്ഞിട്ട് വരുന്ന ഹാഫ്നിയത്തിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ എഫ് ഓർബിറ്റൽസിന് പൂവർ ഷീൽഡിങ് ആയതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായതുകൊണ്ട് സൈസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്നാ ചെയ്യും, അങ്ങ് കുറയ്ക്കും. അപ്പം നമുക്ക് ഇട്രിയത്തിൻ്റെ തൊട്ട് നേരെ വരുന്ന സിർക്കോണിയത്തിനും ഇപ്പുറത്തെ ലന്താനം കഴിഞ്ഞ് വരുന്ന ഹാഫ്നിയത്തിനും ഏതാണ്ട് ഒരേപോലത്തെ അറ്റോമിക് റേഡിയൈ വരും. So it is due to lanthanide contraction, zirconium and hafnium having nearly same atomic radii. Okay. അടുത്തത് 14ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 lanthanoids are good conductors of heat and electricity. Option 2 actinoids are highly reactive especially when finely divided. Option 3 lanthanoid contraction is larger than actinoid contraction. Option 4 most trivalent lanthanoid ions are colorless in solid state. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നിങ്ങൾ തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണം. ഓക്കെ, കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെക്ക് ചെയ്യണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചത്. സോ ലാന്തനോയിഡ്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ആക്ടിനോയിഡ്സ് ആർ ഹൈലി റിയാക്റ്റീവ് എസ്പെഷ്യലി വെൻ ഫൈൻലി ഡിവൈഡഡ്. Lanthanoid contraction is larger than actinoid contraction. Most trivalent lanthanoid ions are colorless in solid state. ഇതിൻ്റെ ആൻസർ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കണ്ട, നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ആൻസർ കമൻറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ടാസ്ക്കാണ് കേട്ടോ. ഇനി 15ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോൺ ബൈ ലാന്തനോയിഡ്സ്? ലാന്തനോയിഡ്സ് കാണിക്കുന്ന മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? ഓപ്ഷൻ എ +1, ഓപ്ഷൻ ബി +2, ഓപ്ഷൻ സി +3, ഓപ്ഷൻ ഡി +4. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, +3 ആണ് ലാന്തനോയിഡ്സ് കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി. ഫിനോമിനൻ ഓഫ് ലാന്തനൈഡ് കൺട്രാക്ഷൻ ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ. Phenomenon of lanthanide contraction is primarily responsible for the similarity in atomic radii of zirconium and hafnium. ഇത് previously asked question ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലാന്തനൈഡ് കൺട്രാക്ഷന് കാരണമാണ് സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഏതാണ്ട് ഒരേ atomic radii വന്നത്. The most stable oxidation state for the majority of lanthanoids +3 ആണ് most stable oxidation state എന്ന് പറയുന്നത്. ഇനി കമ്പയർഡ് ടു ലാന്തനൈഡ്സ് ആക്ടിനൈഡ്സ് എന്താണ് കാണിക്കുന്നത്? എക്സിബിറ്റ് മോർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കൂടുതലും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആക്ടിനൈഡ്സിനാണ്. ദി കളർ ഇൻ ലാന്തനൈഡ് അയൺ ഈസ് ഡ്യൂ ടു FF ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ലാന്തനൈഡ്സിൽ കളർ കാണിക്കുന്നത് FF ട്രാൻസിഷൻ മൂലമാണ്. ലാന്തനൈഡ്സ് ആർ ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ഡ്യൂ ടു. ലാന്തനൈഡ്സ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ആണ് കാരണം ഡ്യൂ ടു സിമിലർ സൈസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസും സിമിലർ സൈസും ആയതുകൊണ്ട് ലാന്തനൈഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഓക്കെ, എന്താണേലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വി സീ യു ഇൻ അനദർ വീഡിയോ.